മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ എല്ലാ സിനിമകളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു സീരീസിലെ രണ്ടാമത്തെ സിനിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ സീരീസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന എല്ലാ മൂവി എക്സ്പ്ലനേഷനും ഓർഡറിൽ പ്ലേലിസ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കാർഡ്സിലും എൻഡ് ക്രെഡിറ്റ്സിലും കമന്റ്സിലും ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ മൂവീസും ഓർഡറിൽ കാണാൻ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ഫിലിം ഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത് 1999 കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം റിലീസായ എക്സ്മെൻ മൂവിയാണ്. മ്യൂട്ടേഷൻ ജീവനുണ്ടായ കാലം മുതലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് മ്യൂട്ടേഷൻ. സിംഗിൾ സെൽ ഓർഗാനിസമിൽ തുടങ്ങി പല പല ലിവിംഗ് ബീങ്സിലൂടെ കടന്നു വന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിലുള്ള ജീവനുകളെല്ലാം ഉണ്ടായത് ഈ മ്യൂട്ടേഷൻ മൂലമാണ്. ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് വർഷങ്ങളെടുത്ത് സംഭവിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് പുതിയ പുതിയ സ്പീഷീസുകൾക്ക് തുടക്കമാവുന്നത്. ഇങ്ങനെ കോടാനുകോടിക്കണക്കിന് വർഷങ്ങളായി പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയയിൽ ചിലപ്പോൾ ചില വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന മനുഷ്യരെ പോലുള്ള സ്പീഷീസ്, എന്നാൽ അവർ പെർഫെക്റ്റ് ഹ്യൂമൻസ് അല്ല, പകരം അവർ മ്യൂട്ടൻസ് ആണ്. കാഴ്ചയിൽ മനുഷ്യനെ പോലൊക്കെ തന്നെ ആണെങ്കിലും മനുഷ്യർക്ക് ഇന്നും ആർജിക്കാൻ സാധിക്കാത്ത, മനുഷ്യന്റെ യുക്തിക്ക് അപ്പുറമുള്ള, അവന്റെ ചിന്താശേഷിക്ക് അപ്പുറമുള്ള കഴിവുകൾ നേടിയെടുത്ത ആളുകൾ. അങ്ങനെയുള്ളവരുടെ കഥയാണിത്. അവരെ എക്സ്മെൻ എന്നറിയപ്പെടും. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന ആ കാലം 1944. അങ്ങ് പോളണ്ടിൽ പലയിടത്തുനിന്ന് പലായനം ചെയ്തു വന്ന ആളുകളെയും ആ നാട്ടുകാരായ ആളുകളെയും സൈനികർ മറ്റൊരിടത്തേക്ക് മാറ്റുന്ന, പല പല സ്ഥലങ്ങളിലേക്ക് മാറ്റുന്ന ഇവന്റ്സ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ ഈ കുടുംബത്തെ കണ്ടില്ലേ? ഇതിലെ ഈ പയ്യനെ ശ്രദ്ധിച്ചോ? ഇവന്റെ പേരാണ് എറിക്. ചുറ്റുപാടൊക്കെ ആകെ ബഹളമാണ്. വളരെ പേടിയോടെ സൈനികർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് അവരിങ്ങനെ മുന്നോട്ട് നീങ്ങുവാണ്. നോക്കുമ്പോൾ ഇവർ നടക്കുന്നതിന് മറു സൈഡിലായിട്ട് വർക്ക് ചെയ്യുന്ന കുറെ ആളുകളുടെ കയ്യിൽ എന്തൊക്കെയോ നമ്പേഴ്സ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം, പച്ച കുത്തി വെച്ചിരിക്കുന്ന പോലെ. ഇതെല്ലാം കണ്ട് ഇവരൊരു അല്പം മുന്നോട്ട് നടന്നു ചെന്നതും സോൾജേഴ്സ് നമ്മുടെ എറിക്കിനെ മാത്രം അവിടെ പിടിച്ചു വെച്ചിട്ട് അവന്റെ അച്ഛനെയും അമ്മയും വന്ന വഴി തന്നെ തിരിച്ചയക്കുന്നു. എറിക്കിന് ഭയങ്കര പേടിയായി. പ്രായപൂർത്തിയായിട്ടില്ലാത്ത, തിരിച്ചറിവില്ലാത്ത കൊച്ചുപയ്യൻ അവന്റെ കൺമുന്നിൽ വെച്ച് അവന്റെ അച്ഛനെയും അമ്മയും മറ്റു വഴിക്ക് പറഞ്ഞു വിട്ടിട്ട് അവനെ ഇവിടെ പിടിച്ചു നിർത്തുന്നു. ഏതൊരു കുട്ടിയെയും പോലെ അവനും അലറി വിളിച്ച് കരയാൻ തുടങ്ങി. സോൾജേഴ്സ് അവനെ പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നാൽ അവന്റെ ഉള്ളിലുള്ള ദേഷ്യവും വിഷമവും രോഷവും ഒക്കെ കാരണം അലറി വിളിച്ച് കരയുമ്പോൾ അവന്റെ ഇരു കൈകളും അവന്റെ അച്ഛനും അമ്മയ്ക്കും നേരെ നീട്ടി അവരുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ആ ഒരു ശ്രമം നടത്തുമ്പോൾ അവൻ പോലും അറിയാതെ അവന്റെ ഉള്ളിലുള്ള മ്യൂട്ടൻ ശക്തികൾ പുറത്തു വരുവാണ്. എറിക്കിന് പ്രധാനമായിട്ടുമുള്ളത് മാഗ്നറ്റിക് പവറാണ്. അവന് ചുറ്റുമുള്ള ഇരുമ്പ് വസ്തുക്കളെല്ലാം അവന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതേ കാണാൻ സാധിക്കുന്നില്ലേ? അവിടെയുള്ള ഫെൻസ് ഇവന്റെ ശക്തികൾ ഉപയോഗിച്ച് ഇവൻ വളച്ചൊടിക്കുന്നത്. ഉടനടി ഒരു സോൾജിയർ തോക്ക് ഉപയോഗിച്ച് എറിക്കിന്റെ തലക്കടിച്ച് അവനെ വീഴ്ത്തി. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ പ്രായത്തിൽ തന്നെ ഇത്രത്തോളം ശക്തി. അപ്പോൾ ഇവൻ വളർന്ന് വലുതായാലോ? കട്ട് ചെയ്താൽ പ്രസന്റ് ഡേ, മെറിഡിയൻ, മിസിസിപ്പി. ഓർ കുറച്ചുകൂടെ ആലങ്കാരികമായിട്ടൊരു ഡിസ്റ്റന്റ് ഫ്യൂച്ചർ എന്ന് പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഈ സിനിമകളൊന്നും കറക്റ്റ് അതിന്റെ ടൈം ലൈൻ ഓർഡറിലല്ല നമ്മൾ കാണുന്നത്. നമ്മൾ റിലീസിംഗ് ഓർഡറിലാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ മുമ്പ് കണ്ട ഇവന്റിനും, അതായത് ആ വാർ സമയത്ത് നടന്ന ഇവന്റിനും ഈ ഇവന്റിനും ഇടയ്ക്ക് കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ മുന്നോട്ടുള്ള സിനിമകളിലെ വരൂ. ആൻഡ് ഇപ്പോൾ ഈ ഒരു പ്രസന്റിൽ നമ്മളെ പരിചയപ്പെടുത്തുന്ന മ്യൂട്ടന്റ് ആണ് ഈ പുള്ളിക്കാരി. ഇവളുടെ പേര് റോഗ്. ശരിക്കും പേര് അന്ന മരി. ആളിപ്പോൾ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞു. ഇനി കോളേജിൽ ജോയിൻ ചെയ്യണം. അതിന് മുമ്പായിട്ടുള്ള ആ ഒരു വെക്കേഷൻ ടൈമാണ്. വീട്ടിലിപ്പോൾ ഇവളുടെ മുറിയിൽ ഇവളുടെ ബോയ് ഫ്രണ്ടും ഉണ്ട്. നിങ്ങൾക്കറിയാം അടുത്ത് എന്ത് സംഭവിക്കുമെന്ന്. അവൻ പതിയെ അവളുടെ അടുത്ത് കിസ് ചെയ്യാൻ വരും. അവനെ കിസ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരുമാതിരി അങ്ങ് പകച്ച് പേടിച്ചൊന്ന് മാറുന്നുണ്ടെങ്കിലും ആ ഒരു പ്രായത്തിന്റെ ആ ഒരു സമയത്തെ ഫീലിങ്സ് കാരണം പുള്ളിക്കാരി അവനെ കിസ് ചെയ്തു ഉടനെ തന്നെ നമ്മുടെ പയ്യന്റെ, അതായത് ഇവളുടെ ബോയ് ഫ്രണ്ടിന്റെ ശരീരത്തെ ഞരമ്പുകളൊക്കെ തെളിഞ്ഞു വരുവാണ്. അവൻ്റെ ഒരുമാതിരി ചത്ത പോലായി. പേടിച്ച് റോഗ് അലറി വിളിച്ചു. ബഹളം കേട്ട് ഇവളുടെ അച്ഛനും അമ്മയും ഓടി മുറിയിൽ കയറി വന്നപ്പോൾ ഇവളുടെ ബോയ് ഫ്രണ്ട് ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നു. ശരീരത്തിന്റെ നിറമൊക്കെ മാറി ഒരുമാതിരി ഏതാണ്ട് ഒരു വൈറ്റ് കളറിനോട് സമാനമായിട്ടുള്ള ഒരു കളറിലേക്ക് മാറി. ഞരമ്പൊക്കെ തെളിഞ്ഞു കാണാവുന്ന രീതിയിൽ ഒരുമാതിരി അങ്ങ് എനർജിയൊക്കെ ഡ്രോപ്പ് ആയ ഒരു കണ്ടീഷനിലായി. എഗെയിൻ ആ ഒരു സീനോടെ കട്ടായാൽ അടുത്ത സീനിൽ ഗ്രേ എന്നൊരു പുള്ളിക്കാരി ഗവൺമെന്റ് ഒഫീഷ്യൽസിനോട് മ്യൂട്ടൻസിനെ പറ്റി ഒരു സമ്മേളനത്തിൽ സംസാരിക്കുന്നതാണ് കാണുന്നത്. ഈ ഡോക്ടർ ഗ്രേ പുള്ളിക്കാരിയും ഒരു മ്യൂട്ടന്റ് ആണ്. മ്യൂട്ടൻസ് തങ്ങളോടൊപ്പം ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ള കാര്യം ജനങ്ങൾക്ക് എല്ലാവർക്കും, സാധാരണ ഹ്യൂമൻസിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊരു രഹസ്യമൊന്നുമല്ല. പക്ഷേ ഗവൺമെന്റ് കുറച്ച് പോളിസീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലും പ്രധാനം ഇദ്ദേഹം സെനറ്റർ കെല്ലി. ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ അനുസരിച്ച് മ്യൂട്ടൻസ് ഡേഞ്ചറസ് ആണ്. മ്യൂട്ടൻസ് എപ്പോൾ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. മ്യൂട്ടൻസിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ശക്തിയുണ്ട്, അപ്രത്യക്ഷമാവാനുള്ള കഴിവുണ്ട്, മറ്റൊരാളെ ആക്രമിച്ച് വീഴ്ത്താൻ ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള പവേഴ്സ് ഒക്കെ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈവൻ മറ്റൊരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ സാധിക്കും. വെതർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഭയങ്കര വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഇങ്ങനെ തുടങ്ങി രൂപം മാറാനും വ്യത്യസ്ത തരത്തിലുള്ള എനർജീസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കഴിവുകൾ മ്യൂട്ടൻസിനുണ്ട്. ഹ്യൂമൻസിനെ പോലെ തന്നെ ചിന്തിക്കുന്ന അവർ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ, ഹ്യൂമൻസിന് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ഇത് ഗവൺമെന്റ് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്നാണ് സെനറ്റർ കെല്ലി പറയുന്നത്. ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി പ്രത്യേക പോളിസീസ് കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാ മ്യൂട്ടന്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും പ്രോപ്പറായി കളക്ട് ചെയ്തിരിക്കണം. അവരുടെ ശക്തികളെ പറ്റി വ്യക്തമായി ഗവൺമെന്റിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിന് നമ്മുടെ ഗ്രേഡ് മറുപടി ആവട്ടെ, സെനറ്റർ നിങ്ങൾ പറയുന്ന പോലെ എല്ലാ മ്യൂട്ടൻസിനെ കൊണ്ടും രജിസ്റ്റർ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോക്ക്, ഞങ്ങൾ മ്യൂട്ടൻസിനെ പ്രോപ്പറായി ട്രെയിൻ ചെയ്യുന്നുണ്ട്. അവർ കൺട്രോൾ വിട്ട് പെരുമാറാത്ത രീതിയിൽ ഞങ്ങൾ കാര്യങ്ങൾ നോക്കിക്കോളാം. ഈ ഒരു റീസൺ പറഞ്ഞ് ഗവൺമെന്റ് പുതിയൊരു പോളിസി മുന്നോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മ്യൂട്ടൻസിന് അവരുടെ ഐഡന്റിറ്റി എല്ലാവരുടെ മുന്നിൽ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് മ്യൂട്ടൻസ് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഭയപ്പെടുന്നത്? ഇവിടെ ഡോക്ടർ ഗ്രേ പറയുന്ന അനുസരിച്ച് മ്യൂട്ടൻസ് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടല്ലോ. എന്താ അവർ ഒളിപ്പിക്കുന്നത്? സെനറ്റർ കെല്ലി പ്ലീസ്, ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കാൻ. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. എൻ്റെ കയ്യിൽ കുറച്ച് മ്യൂട്ടൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിലൊരു മ്യൂട്ടന്റിന് ഭിത്തികളൊന്നും ഒരു വിഷയമേ അല്ല. അവർക്ക് എവിടെ കൂടെ വേണേലും സഞ്ചരിക്കാൻ പറ്റും. അതിപ്പോൾ മുന്നിലൊരു മതിലാണെങ്കിലും അവർക്ക് ഈസിയായി അതിലൂടെ പാസ് ചെയ്ത് പോകാൻ സാധിക്കും. ഈ ശക്തിയുള്ള മ്യൂട്ടന്റ് നാളെ ഒരു ബാങ്ക് ലോക്കറിനുള്ളിലേക്ക് കടന്നു പോകില്ലെന്ന് ആര് കണ്ടു? മാത്രമല്ല ചില മ്യൂട്ടൻസിന് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അത്രേ. ഹ്യൂമൻസിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവരുടെ ആഗ്രഹപ്രകാരം ഞങ്ങളെ കൊണ്ട് ഓരോന്ന്
ഓരോന്ന് ചെയ്യിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഫ്രീ വിൽ എന്നത് ഇല്ലാതാവും. ആ മ്യൂട്ടന്റ് കൺട്രോൾ ചെയ്യുന്ന പോലെ ഞങ്ങൾ ജീവിക്കേണ്ടി വരും. ഇതൊക്കെ വെച്ച് നോക്കിയിട്ടും ഇങ്ങനെ ഒരു പോളിസി വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇങ്ങനെ ഒരു പോളിസിയുടെ ആവശ്യം ഇവിടെ ഉണ്ട്. ആരൊക്കെയാണ് മ്യൂട്ടൻസ് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. എല്ലാ മ്യൂട്ടൻസിനെയും ഞങ്ങൾക്ക് മനസ്സിലാക്കിയേ പറ്റൂ. ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത്. സെൻട്രൽ കെല്ലിയുടെ ഡയലോഗ് അടിയിൽ അവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും വീണു. എല്ലാവരും കൈയടിച്ച് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും. കൂട്ടത്തിൽ ഇദ്ദേഹത്തെ പോലെ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത കുറച്ച് ആളുകളുണ്ട്. ബൈ ദ വേ, ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ പ്രൊഫസർ എക്സ്. പ്രൊഫസർ എക്സ് ഇങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കി വരുമ്പോൾ ആ കൂട്ടത്തിൽ, ആ കൈയടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ, ഒരു തൊപ്പി വെച്ചൊരു മനുഷ്യൻ അവിടുന്ന് തിരിച്ച് നടന്നു പോകുന്നതായിട്ട് കാണാം. ഇത്രയും നേരം സെനറ്റർ കെല്ലി പറഞ്ഞതൊക്കെ കേട്ടു. അത് ഇഷ്ടപ്പെടാതെ പോകുന്ന ഒരു വ്യക്തിയാണ്. പ്രൊഫസർ എക്സിന് ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പ്രൊഫസർ എക്സ് അദ്ദേഹത്തിന്റെ വീൽ ചെയറിലാണ് നടന്നു പോകുന്ന മനുഷ്യന് പുറകെ ചെല്ലുന്നു. ആ പോകുന്നത് ആരാണെന്നോ? എറിക്. നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടില്ലേ, മാഗ്നറ്റിക് പവറുള്ള ആ ഒരു മ്യൂട്ടന്റ്. പ്രൊഫസർ എക്സിന്റെ റിയൽ നെയിം ചാൾസ് എന്നാണ് കേട്ടോ. ഇദ്ദേഹം ഈ എറിക്കിനോട് നീ എന്താ ഇവിടെ ചെയ്യുന്നത്, എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ, നിനക്ക് ഇതിന്റെയൊക്കെ ഉത്തരം ഓൾറെഡി അറിയാമല്ലോ ചാൾസ്, ഞാനത് പ്രത്യേകം പറയണ്ടല്ലോ. എറിക്, നീ ചെയ്യുന്നത് തെറ്റാണ്. ഹ്യൂമൻസ് നമ്മുടെ ശത്രുക്കളല്ല. നിനക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഒത്തിരി കേട്ടതല്ലേ, അതുകൊണ്ട് എന്ത് കാര്യമുണ്ടായി, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നീ കണ്ടതല്ലേ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാ, എനിക്ക് തടസ്സമായി നീ വരരുത്, മനസ്സിലായോ എന്ന് പറഞ്ഞ് എറിക് അവിടെ നടന്നു പോകുന്നു. ദെൻ അവിടെ കട്ടിയതാൽ അടുത്ത സീനിൽ നമ്മുടെ അന്നാമരി ബോയ് ഫ്രണ്ടിനെ കിസ് ചെയ്ത് അവനെ കിടപ്പിലാക്കിയ കൊച്ചില്ലേ, പുള്ളിക്കാരി വീട് വിട്ടിറങ്ങി. അവളുടെ ആ പ്രശ്നങ്ങളൊക്കെ കാരണം വീട്ടിൽ നിൽക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് കാനഡയിൽ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ ഒക്കെ നടക്കുന്ന ഒരു ക്ലബിനകത്ത് കയറി. ആൻഡ് ഇവിടെ ഫൈറ്റ് ചെയ്യുന്നവരിൽ ഒരാളാണ് നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ, മറ്റാരുമല്ല നമ്മുടെ വൂൾവറീൻ, ലോഗൻ. ആളെ അറിയാലോ, 1-2 ഇടി കൊണ്ടാലും ഫൈനലി പുള്ളിക്കാരൻ മാസ്മരിക പെർഫോമൻസ് കാഴ്ചവെച്ച് ജയിക്കും. അതുപോലെ തന്നെ ഇവിടെയും ഫൈറ്റിന് ശേഷം അവിടെ തന്നെയുള്ള ബാറിൽ പുള്ളിക്കാരൻ ചെല്ലുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ റോഗ് ഇരിപ്പുണ്ട്. കാരണം ഈ മ്യൂട്ടൻസിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ള വാർത്തകളൊക്കെ ടിവിയിൽ കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇത് ശ്രദ്ധിക്കുന്നുമുണ്ട്. അതിൽ നിന്ന് തന്നെ റോഗിന് ചെറിയൊരു സംശയം തോന്നി, ഇനിയും ഇങ്ങനെ മ്യൂട്ടന്റ് ആണോ എന്ന് അവൾ ചിന്തിക്കുന്ന അതേ സമയത്താണ് ഇവനോട് കേജിൽ ഫൈറ്റ് ചെയ്ത് തോറ്റുപോയാൽ പുള്ളിക്കാരൻ വന്ന് വിഷയം ഉണ്ടാകുന്നത്. ലോകന്റെ സൈസുള്ള സാധാരണ ഒരു മനുഷ്യൻ ഒരിക്കലും അങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. ഇവൻ എന്തോ എക്സ്ട്രാ പവേഴ്സ് ഉണ്ട്, ഇവൻ മ്യൂട്ടന്റ് ആണെന്ന് അങ്ങേർക്ക് തോന്നി. യെസ്, ആ തോന്നൽ ശരിയാണ്. ദാകണ്ടിലെ അവനെ പിടിച്ച് ഭിത്തി കയറ്റിയപ്പോൾ ആൾക്ക് ശരിക്കും അത് ക്ലിയർ ആയി. ഇവന്റെ കൈക്കുള്ളി നടമാറ്റിയം ബ്ലേഡ്സ് ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ബാറോടും ഒരുമാതിരി അങ്ങായിട്ട് നമ്മുടെ ലോകന് നേരെ ഗണ്ണ് ചൂണ്ടി, വേണ്ട ഇവിടെ നിന്റെ അഭ്യാസം വേണ്ട, മര്യാദയ്ക്ക് എന്റെ ബാറിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയേണ്ട താമസം ലോകൻ തിരിഞ്ഞ് അങ്ങേറെ ഗണ്ണ് തന്നെ അങ്ങ് അറുത്ത് കളഞ്ഞു. ആക്ച്വലി ഈ ബാറോടുമൊക്കെ പേടിച്ചിട്ടാണ് ഇങ്ങനെ ഗണ്ണൊക്കെ ചൂണ്ടിയത്. അത് മനസ്സിലാക്കി നമ്മുടെ ലോകനും ബാറിൽ നിന്ന് പുറത്തിറങ്ങി അവന്റെ വാഹനത്തിൽ കയറി അവിടുന്ന് തിരികെ പോവാണ്. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് ഓടിച്ചു ചെന്നപ്പോൾ വാഹനത്തിന്റെ പുറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദം. എന്താണെന്നറിയാൻ വാഹനം നിർത്തി ഇറങ്ങി പരിശോധിക്കുമ്പോഴാവട്ടെ അവിടെ നമ്മുടെ ഹീറോയിൻ, നമ്മുടെ മെയിൻ ലീഡ്സിൽ ഒരാൾ, നമ്മുടെ റോഗ്. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അല്ല അത് പിന്നെ ഐ എം സോറി, എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലായിരുന്നു, നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് കരുതി. ഇറങ്ങിക്കേ, എന്നെ വണ്ടി ഇറങ്ങിക്കേ. അല്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ, ഞാനും നിങ്ങളെപ്പോലൊക്കെ തന്നെയാണ്, എന്നെ സഹായിക്കാൻ ഇപ്പം നിങ്ങൾക്കേ പറ്റൂ. പിന്നെ സഹായിക്കാൻ എനിക്കിവിടെ വേറെ പണിയില്ലാതിരിക്കുമല്ലേ എന്ന മട്ടിൽ ലോകൻ ഇവളെയും ഇറക്കി റോഡിൽ നിർത്തിയിട്ട് വാഹനം ഓടിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാൽ കുറച്ച് മുന്നോട്ട് എന്നതും എന്തോ വിചാരിച്ചവൻ വാഹനം നിർത്തി. ഇവളെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വിട്ടിട്ട് പോകുന്നത് ശരിയല്ലോ. കാഴ്ചയിൽ പ്രശ്നക്കാരിയൊന്നുമല്ല, ഒരു പാവമാണെന്ന് തോന്നുന്നു. അവൾക്കിപ്പോൾ സഹായം വേണ്ട പോലെയുണ്ട്. ശരി, അതിനെ കൂടെ കയറ്റിയേക്കാന്നുള്ള മട്ടിൽ അവിടെ വണ്ടി നിർത്തി ഇവളെയും കയറ്റി അങ്ങനെ വാഹനം മുന്നോട്ട് പോവാണ്. അവൾക്ക് കഴിക്കാൻ ഫുഡ് കൊടുത്തു. പോകുന്ന വഴിക്ക് അവളുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് അവൾ ആരെങ്കിലും തൊട്ടാൽ, ലൈക്ക് ബോഡി ടു ബോഡി കോൺടാക്ട് വന്നാൽ ഇവളെ തൊടുന്ന വ്യക്തി ഭയങ്കരമായിട്ട് വീക്കാവും. അവർക്ക് എന്തോ സംഭവിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ആക്ച്വലി അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവൾക്ക് പോലും അറിയത്തില്ല. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ആ ബ്ലേഡ്സ് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് വേദന എടുക്കാറുണ്ടോ? അതിന് ലോകന്റെ മറുപടി, എപ്പോൾ ബ്ലേഡ് പുറത്ത് വന്നാലും അവന് വേദന എടുക്കാറുണ്ടെന്നാണ്. നമുക്കറിയാം ലോകന് ശരീരം മുറിഞ്ഞാൽ വേദന എടുക്കും. വൂൾവറീൻ അങ്ങനെയാണ്. പക്ഷേ പുള്ളിക്കാരൻ അത് ഹീൽ ചെയ്യാനുള്ള പവറുണ്ട്. അടി കൊള്ളുമ്പോഴും ശരീരം മുറിയുമ്പോഴും ഒക്കെ സാധാരണ ഒരു ഹ്യൂമൻ ബീങ്ങിന് ഉണ്ടാവുന്ന പോലെ അതേ വേദന ലോകനും അനുഭവിക്കുന്നുണ്ട്. പിന്നെ അധികം താമസിക്കാതെ പുള്ളിക്കാരൻ്റെ ബോഡി അത് ഓട്ടോമാറ്റിക്കലി ഹീൽ ചെയ്തോളും. മുറിവൊക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ശരീരം ഒന്നി ചേർന്ന് പഴയ പോലെ ആയിക്കോളും. അങ്ങനെയൊക്കെ സംസാരിച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് പെട്ടെന്നൊരു വലിയ മരച്ചെല്ല് ഇവരുടെ വാഹനത്തിന് മുന്നിലേക്ക് തെറിച്ച് വീഴുന്നത്. നമ്മുടെ വൂൾവറിനാണ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. പുള്ളി ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് തെറിച്ച് മുന്നിൽ വീണു. റോഗ് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു, എന്നാൽ വാഹനത്തിനകത്ത് തീ പിടിച്ചു. ഇപ്പോൾ അവൾക്ക് അതിനകത്തൊന്നും പുറത്തിറങ്ങാനും പറ്റുന്നില്ല. അതെല്ലാം അങ്ങ് സ്റ്റക്കായി. നമ്മുടെ വൂൾവറിന് എഴുന്നേറ്റ് വന്നപ്പോഴാവട്ടെ വേറൊരു മ്യൂട്ടന്റ് വന്ന് വൂൾവറിനെ എടുത്തടിക്കുന്നു. ഇവനെ തല്ലുന്ന ഈ പുള്ളിക്കാരൻ്റെ പേരാണ് സേബർ ടൂത്ത്. സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, സ്പീഡ്, ഹീലിംഗ് എബിലിറ്റി ഒക്കെ ഉള്ള ഒരു മ്യൂട്ടന്റ് ആണ് അങ്ങേര്. ഇതിപ്പോൾ എന്താ കാരണം, എന്തിനാ ഇങ്ങനെ ഇവിടെ വന്ന് നമ്മുടെ ലോകനെ തല്ലുന്നത് എന്ന കാര്യമൊന്നും വ്യക്തമല്ല. എന്തുകൊണ്ടോ ഇവരുടെ യാത്രക്കിടയിൽ ഒരു അപകടം മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് ലോകനെ അടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കൃത്യസമയത്ത് അവിടെ മറ്റു 2 മ്യൂട്ടൻസ് വന്ന് സേബർ ടൂത്തിനെ ഓടിച്ച് നമ്മുടെ ലോകനെയും റോഗിനെയും രക്ഷപ്പെടുത്തി. ഇതിലെ വുമന്റെ പേര് സ്ട്രോം, മറ്റേ ആൾ സൈക്ലോപ്സ്. സ്ട്രോമിന് വെതർ കൺട്രോൾ ചെയ്യാനുള്ള ശക്തിയാണുള്ളത്. അതായത് അവൾക്ക് ആവശ്യമുള്ള സമയത്ത് മഞ്ഞ് പെയ്യിക്കാം, മഴ പെയ്യിക്കാം, അല്ലെങ്കിൽ ഇടിമിന്നൽ അടിപ്പിക്കാം. അങ്ങനെ സൈക്ലോപ്സിനാണെങ്കിലോ അവൻ്റെ കണ്ണിൽ നിന്ന് വരുന്നത് ലേസറാണ്, ഭയങ്കര ശക്തിയുള്ള ലേസർ. എപ്പോഴും അവൻ്റെ കണ്ണിൽ ഈ പ്രത്യേക തരത്തിലുള്ള ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും. അവൻ്റെ പവറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ് അവൻ്റെ മുഖത്തുനിന്ന് മാറ്റാറില്ല. കാരണം ഗ്ലാസ് ഇല്ലാതെ അവൻ എങ്ങോട്ട് നോക്കിയാലും അവിടേക്ക് അവൻ്റെ കണ്ണിൽ നിന്ന് ലേസർ പോകും. അങ്ങനെ വലിയ തരത്തിലുള്ള ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. ഈ ഒരു ഗ്ലാസ് ഉള്ള സ്ഥിതിക്ക് അവന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ വന്നിങ്ങനെ ആക്രമണമൊക്കെ നടത്തിയ സേബർ ടൂത്ത് ഇറിക്കിൻ്റെ ആളാണ്. നമ്മൾ നേരത്തെ കണ്ട ഇറിക്കില്ലേ, പുള്ളിക്കാരൻ്റെ മറ്റൊരു
മറ്റൊരു പേരാണ് മാഗ്നീറ്റോ. അങ്ങനെ ഗവൺമെന്റിനെതിരെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് സെനറ്റർ കെല്ലിയുടെ വാദങ്ങളൊന്നും പുള്ളിക്കാരൻ ഇഷ്ടപ്പെടാതെ പുള്ളിക്കാരൻ ഇറങ്ങി പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. മേ ബി പുള്ളിക്കാരൻ ഒരു യുദ്ധമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പുള്ളിക്കാരന് വൂൾവറിനെ ആവശ്യമുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം വൂൾവറിനെ പിടിക്കാൻ വേണ്ടി സേബർ ടൂത്തിനെ വിട്ടത്. എന്നാൽ സേബർ ടൂത്തിനെ കൊണ്ട് വൂൾവറിനെ പിടിക്കാൻ സാധിച്ചില്ലല്ലോ. ആകെയും പോകെയും വൂൾവറിന്റെ ലോക്കറ്റ് മാത്രമാണ് അങ്ങേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. ഇപ്പോൾ കറന്റ് നമ്മുടെ വൂൾവറിനും റോഗും ഒക്കെ പ്രൊഫസർ എക്സിന്റെ സ്കൂളിലാണ്. മ്യൂട്ടൻസിന് വേണ്ടി പ്രൊഫസർ എക്സ് നടത്തുന്ന സ്കൂളിൽ അവരെ സേഫ് ആയിട്ട് അവിടെ എത്തിച്ചു. അടികൊണ്ട് മയക്കത്തിലായിരുന്നു നമ്മുടെ വൂൾവറിൻ എഴുന്നേറ്റ് വരുമ്പോൾ അവൻ കാണുന്നത് ഡോക്ടർ ഗ്രേയാണ്. നേരത്തെ സെനറ്റർ കെല്ലി ഒക്കെ ഉള്ളിടത്ത് സംസാരിക്കാൻ ചെന്നില്ലായിരുന്നു ഡോക്ടർ ഗ്രേ. ഈ പുള്ളിക്കാരിക്കും ടെലിപ്പതി, ടെലിക്കിനിസിസ്, സൈക്കിക് എനർജി പവേഴ്സ് അങ്ങനെയൊക്കെയുള്ള പവേഴ്സ് ആണുള്ളത്. നമ്മുടെ പ്രൊഫസർ എക്സിന്റെ ഒരു ചെറിയ വേർഷൻ എന്ന് പറയാം. പ്രൊഫസർ എക്സിനോളം പവർഫുൾ അല്ല, എന്നാലും അദ്ദേഹത്തെ പോലെ മറ്റൊരാളുടെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ ഇവൾക്ക് അറിയാൻ സാധിക്കും. കൂടാതെ മാഗ്നറ്റോയ്ക്കുള്ള പോലെ ഇങ്ങനെ മാഗ്നറ്റിക് പവേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് സാധനങ്ങളെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന നമ്മുടെ ലോകൻ ഡോക്ടർ ഗ്രേ തന്നെ ആക്രമിക്കുവാണെന്ന് കരുതി അവളെ ചുറ്റി അങ്ങ് പിടിച്ചു. ഡോക്ടർ അങ്ങ് വരണ്ടുപോയി. പുള്ളിക്കാരി ഒരു അക്ഷരം പോലും പറയാൻ പറ്റുന്നില്ല. താനിത് എവിടെയാണ്, ഇത് ഏതാണ് സ്ഥലമെന്ന് യാതൊരു ഐഡിയയും ഇല്ലാതെ നമ്മുടെ ലോകനാവട്ടെ പുള്ളിക്കാരനെ വിട്ടിട്ട് അവിടുന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നു. ആദ്യം ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന റോഗിനെ കണ്ടുപിടിക്കണം. റോഗൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. എന്നാൽ പുറത്തിറങ്ങിയതും ലോകനോട് ആരോ സംസാരിക്കുന്ന പോലെ അവന് കേൾക്കുവാണ്. ശബ്ദം മാത്രം. ഇത് എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത്? പണ്ടാറോടങ്ങാൻ ഇതെന്റെ തലയ്ക്കകത്തു നിന്നാണ് വരുന്നത്. ആ ശബ്ദം കേട്ട് അതിങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ച് ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മുടെ ലോകനാവട്ടെ പ്രൊഫസറിന്റെ മുറിയിലെത്തും. പ്രൊഫസറോടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഫിസിക്സ്, ബേസിക് കാര്യങ്ങൾ, അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. ലോകൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ കുട്ടികളോട് പൊക്കോളാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഈ കുട്ടി ഒന്ന് ശ്രദ്ധിച്ചു. ഇവളുടെ പേരാണ് കിറ്റി. നേരത്തെ സെനറ്റർ കെല്ലി പറയുന്നുണ്ടായിരുന്നല്ലോ മതിലുകൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന പവേഴ്സ് ഉള്ള ആളുകളുണ്ടെന്ന്, അങ്ങനത്തെ മ്യൂട്ടൻസ് ഉണ്ടെന്ന്. ഇവൾ അങ്ങനത്തെ ഒരു മ്യൂട്ടന്റ് ആണ്. ഹലോ ലോഗൻ, എന്റെ പേര് ചാൾസ് സേവിയർ. നീ എന്തെങ്കിലും കഴിച്ചോ? ഞാനിതെവിടാ? നീ ഇപ്പൊ ന്യൂയോർക്കിലാണ്. ഇന്നലെ നിനക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായി. എന്റെ ആളുകളാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്. ഇവരാ നിന്നെ രക്ഷപ്പെടുത്തിയത്. ഒറോറോ മോൺറോ അഥവാ സ്ട്രോം, ഇവൻ സ്കോട്ട് സമ്മേഴ്സ്, സൈക്ലോപ്സ് എന്നറിയപ്പെടും. മഗ്നീറ്റോയിൽ നിന്ന് നീ ഇവിടെ സേഫ് ആയിരിക്കും. നിന്റെ കൂടെയുള്ള ഗേളും സേഫ് ആണ്. എന്ത്? അതാരാ മഗ്നീറ്റോ? മഗ്നീറ്റോ നമ്മളെപ്പോലെ ഒരു മ്യൂട്ടന്റ് ആണ്. ഹ്യൂമൻസിനും മ്യൂട്ടൻസിനും ഇടയിൽ വലിയ യുദ്ധം ഉണ്ടാവുമെന്ന് അവൻ കരുതുന്നു. ആ തരത്തിലേക്കാണോ അവന്റെ പോക്കൊക്കെ. നിങ്ങളുടെ കഥയൊക്കെ കൊള്ളാം, പക്ഷെ ഇതൊന്നും കേട്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ലോകൻ പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രൊഫസർ എക്സ്, ലോകൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് എന്ത് ഏതെന്നറിയാതെ നിന്റെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരു ഐഡിയ ഇല്ലാതെ നീ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമല്ലേ? ഇവിടെ ഞങ്ങളുടെ കൂടെ നിൽക്ക്. എനിക്കൊരു ചാൻസ് താ. നീ ആര്, എന്താണ് നിനക്ക് സംഭവിച്ചതെന്നൊക്കെ അറിയണ്ടേ? നീ ഇവിടെ ഞങ്ങളുടെ കൂടെ നിൽക്കുവാണെങ്കിൽ നിനക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ ഞാൻ ശ്രമിക്കാം. നീ തേടുന്ന നിനക്ക് വേണ്ട ഉത്തരങ്ങളിലേക്ക് നിന്നെ എത്തിക്കാൻ എന്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിക്കും. ചാൾസ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഇദ്ദേഹം പ്രശ്നക്കാരനൊന്നുമല്ല, വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്ന് തോന്നിയതോടെ നമ്മുടെ വൂൾവറിനും അവിടെ തന്നെ നിൽക്കുന്നു. ഇത് ബേസിക്കലി ഒരു സ്കൂളാണ്. പ്രൊഫസർ എക്സ് നടത്തുന്ന മ്യൂട്ടൻസിന് വേണ്ടിയുള്ള സ്കൂൾ. മ്യൂട്ടൻസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ അവരെ പഠിപ്പിക്കുന്നു. സാധാരണ ഹ്യൂമൻസിന് ഇല്ലാത്ത പവേഴ്സ് ഒക്കെ ഉള്ളവരല്ലേ, അവർക്കൊപ്പം സ്പെഷ്യൽ ട്രെയിനിങ് വേണം. അവരുടെ പവേഴ്സ് എങ്ങനെ യൂസ് ചെയ്യണം, അതേപോലെ അവരുടെ പവേഴ്സിനുള്ള ലിമിറ്റേഷൻസ് ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കും. വ്യത്യസ്തങ്ങളായിട്ടുള്ള പവേഴ്സ് ഉള്ള ആളുകളെ നമുക്ക് ഇവിടെ കാണാം. അത് കൊച്ചു കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. ഇവിടെയുള്ള എല്ലാവരും അവരവരുടെ പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ പഠിച്ച് ഓരോ ദിവസവും ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ റോഗിനെയും ഇതുപോലെ മറ്റു കുട്ടികളുടെ കൂടെ ക്ലാസ്സിലിരുത്തി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അവരുടെ പവേഴ്സും കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കും. ആ പവേഴ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കും. ഈ പയ്യനെ കണ്ടില്ലേ, ഇവനാണ് ഐസ്മാൻ. ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് നമ്മുടെ റോഗിന്റെ ഇവിടുത്തെ ആദ്യത്തെ ഫ്രണ്ട്. അവന്റെ ശരിക്കും പേര് ബോബി. ഒരു പാവം പയ്യനാണ്. ആദ്യ സംസാരത്തിൽ തന്നെ ഹീറോയിൻ അത് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ പ്രൊഫസർ എക്സിന് 17 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഇറിക്കിനെ മീറ്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് പവേഴ്സ് ഉള്ള മെറ്റൽസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരുത്തൻ. അതിനു മുമ്പേ അദ്ദേഹത്തിന്റെ ചെറിയ കാലത്തിൽ, ഇറിക്കിന്റെ ചെറിയ കാലത്തിൽ തന്നെ ഒരുപാട് മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് തരണം ചെയ്താണ് പുള്ളിക്കാരൻ വന്നത്. ഒരിക്കലും മനുഷ്യർ തങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ലെന്ന് ഇറിക്ക് ചിന്തിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും മനുഷ്യരോടൊരു ദേഷ്യം തോന്നി. വളർന്ന് വലുതായപ്പോൾ പ്രായമാവുന്നതിനനുസരിച്ച് ആ ദേഷ്യം കൂടി വന്നു. ഇപ്പോൾ ഹ്യൂമൻസിനോട് പ്രതികാരം ചെയ്യണമെന്ന് മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്. ഇനി മുന്നോട്ട് മ്യൂട്ടൻസ് ആണ് ഭാവി, ലോകത്ത് മ്യൂട്ടൻസേ ഉണ്ടാവാവൂ എന്നൊക്കെയുള്ള തരത്തിലേക്ക് അവന്റെ ചിന്ത മാറിപ്പോയി. എറിക് അഥവാ ഇപ്പോഴത്തെ മാഗ്നീറ്റോയുടെ കൂടെ കുറേ മ്യൂട്ടൻസ് ഉണ്ട്. അവന്റെ കൂടെയുള്ള മ്യൂട്ടൻസ് ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ റീസിനെ നശിപ്പിച്ച് കളയാവുന്നതേ ഉള്ളൂ. അങ്ങനെ സംഭവിച്ചുകൂടാ. എന്ത് വില കൊടുത്തും എറിക് എന്തൊക്കെ ചെയ്താലും അതിനെ തടഞ്ഞു നിർത്തണമെന്നാണ് ചാൾസ് പറയുന്നത്. ഹ്യൂമൻസും ഒരു പരിധിവരെ മ്യൂട്ടൻസിനെ പോലെ തന്നെയാണ്. മ്യൂട്ടൻസിന് കുറച്ച് എക്സ്ട്രാ പവേഴ്സ് ഉണ്ടെന്ന് മാത്രം. ഇങ്ങനെ ചേരിതിരിഞ്ഞ് അടി ഉണ്ടാക്കുന്നത് ഹ്യൂമൻസിന്റെ ഒരു നേച്ചറാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. വെറും നിസാര കാര്യങ്ങൾക്ക് പോലും ചേരിതിരിഞ്ഞ് അടി ഉണ്ടാക്കുന്നവരെ, പ്രശ്നം ഉണ്ടാക്കുന്നവരെ നമുക്ക് കാണാം. അതിപ്പോൾ ഫാൻസ് ക്ലബിന്റെ വിഷയം പറഞ്ഞാണെങ്കിലും പോയി റിലീജിയനെ കടന്നങ്ങ് പൊളിറ്റിക്സിന്റെ കാര്യത്തിലാണെങ്കിലും ഇത് മനുഷ്യന്റെ ഒരു ബേസിക് ക്വാളിറ്റി പോലെ അവന്റെ ഉള്ളിലുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ചാൾസിനെ എന്തുകൊണ്ടാണ് മാഗ്നീറ്റോ ലോകനെ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാക്കണം. ലോകന്റെ പവേഴ്സ് അറിയാലോ, പുള്ളിക്കാരന് ഹീലിംഗ് പവേഴ്സ് ഉണ്ട്. പിന്നെ അവന്റെ ഉള്ളിൽ അഡമാന്റിയം മെറ്റൽ ഉണ്ട്. ലോകന്റെ ഉള്ളിലുള്ള ഈ മ്യൂട്ടൻ പവേഴ്സ് വെച്ച് എങ്ങനെയാണ് മാഗ്നീറ്റോ മുന്നോട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. എന്താണ് മാഗ്നീറ്റോയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കണം. അതിന് ലോകൻ തൽക്കാലം ഇവിടെ തന്നെ നിന്നേ പറ്റുള്ളൂ. ലോകൻ ഇവിടുന്ന് പുറത്തു പോയാൽ വീണ്ടും മാഗ്നീറ്റോയുടെ സൈഡിൽ നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായേക്കാം. മാഗ്നീറ്റോ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കാം. അങ്ങനെ സംഭവിച്ചുകൂടാ. കട്ട് ചെയ്താൽ അടുത്ത സീനിൽ നമ്മുടെ സെനറ്റർ കെല്ലി ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിന് വേണ്ടി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ ഹെലികോപ്റ്ററിലുള്ള വ്യക്തി രൂപം മാറുന്നു. ആക്ച്വലി ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള വ്യക്തി ഒരു മ്യൂട്ടന്റ് ആണ്. അവളുടെ പേര് മിസ്റ്റീക്ക്. ഇവളുടെ പവേഴ്സ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഏതൊരാളുടെ രൂപത്തിലേക്ക് വേണേലും പുള്ളിക്കാരിക്ക് മാറാൻ സാധിക്കും. ലിറ്ററലി ഒരു എക്സാക്ട് കോപ്പി എടുത്തു വെച്ച പോലെ. ഒരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടാവത്തില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവരുടെ രൂപത്തിലേക്ക് പുള്ളിക്കാരിക്ക് മാറാം. ഇതാണ് പുള്ളിക്കാരുടെ ശരിക്കുള്ള രൂപം. ഇപ്പോഴത്തെ മിസ്റ്റീക്ക് സെനറ്ററിനെ അടിച്ച് ബോധം കെടുത്തി അങ്ങനെ അവരുടെ സ്ഥലത്തേക്ക് മാറ്റുന്നു. ആരുടെ സ്ഥലത്തേക്ക്? എറിക്കിന്റെ സ്ഥലത്തേക്ക്. യെസ്, ഈ മിസ്റ്റീക്കും മാഗ്നീറ്റോയുടെ ആളാണ്. ഇവിടെ നമ്മുടെ ചാൾസിന്റെ സ്കൂളിൽ ഡോക്ടർ ഗ്രേ നമ്മുടെ ലോകനെ ഫുള്ള് ചെക്ക് ചെയ്തു. അവന്റെ ശരീരം മൊത്തം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന്റെ
അവൻ്റെ ശരീരത്തിനുള്ളിൽ ഒരുപാട് അഡമാൻഡിയം മെറ്റൽസ് ഉണ്ടെന്ന് ഇവൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. നശിപ്പിക്കാൻ സാധിക്കാത്ത ഇൻഡിസ്ട്രക്റ്റബിൾ മെറ്റൽസ് ആണിത്. അഡമാൻഡിയമാണ് ലോഗന്റെ സ്കെലിട്ടൺ മുഴുവൻ. അത് അവന്റെ ശരീരത്തിലേക്ക് ഇംപ്ലാന്റ് ചെയ്തതാണത്രേ. എന്നിട്ടും അവൻ ഇപ്പോഴും ജീവനോട്ടിരിക്കുന്നു. അത് ഇവരെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം ലോഗന്റെ ഹീലിംഗ് എബിലിറ്റി. അവന്റെ ശരീരം മുറിഞ്ഞാലോ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ ശരീരം തന്നെ ഓട്ടോമാറ്റിക്കലി അതെല്ലാം ഹീൽ ചെയ്യും. ഇങ്ങനെ ഒരു പവർ ഉള്ളതുകൊണ്ട് തന്നെ അവന്റെ ഏജിങ്ങും വളരെ സ്ലോ ആയിരിക്കും. അതായത് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ പ്രൊഫസർ എക്സിനേക്കാളും പ്രായം കാണും ലോഗന്. വെൽ, ഇതൊരു മ്യൂട്ടൻ്റ് ആണ്. കുറച്ച് വിയേർഡ് ആയിട്ടുള്ള മ്യൂട്ടൻ്റ് ആണ്. മാഗ്നീറ്റോയുടെ കൂടെയുള്ള ഒരു പുള്ളിക്കാരൻ. ഇവൻ്റെ മെയിൻ സ്ട്രെങ്ത് അവൻ്റെ ടങ്കാണ്, അവൻ്റെ നാക്കാണ്. നാക്ക് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതിന് അത്ര നീളമുണ്ട്. പിന്നെ കൈൻഡ് ഓഫ് ആനിമൽ എന്ന് പറയാം. ഇവ തന്നെ കണ്ടില്ലേ ആ കിളിയെ പിടിച്ച് തിന്നത്. ഇവിടെ മാഗ്നീറ്റോ ഒരു പ്രത്യേക ഡിവൈസ് ഓൺ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൈ അതിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പവേഴ്സ് യൂസ് ചെയ്യും. നമുക്ക് കാണാം ആ ഡിവൈസിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഫോഴ്സ് ഫീൽഡ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഫോഴ്സ് ഫീൽഡ് വലുതായി സെനറ്റർ ഇരിക്കുന്ന ആ ഒരു ഏരിയ ഒക്കെ കവറായി, സെനറ്ററിനെ ആ ഫോഴ്സ് ഫീൽഡിനകത്താക്കുന്ന പോലെ അത് ആക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആകെ അങ്ങ് പേടിച്ച് അലറി വിളിച്ച് ഒരുമാതിരി വല്ലാത്തൊരു കണ്ടീഷനിലായെങ്കിലും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാറ്റമൊന്നും കാണാനില്ല. ജസ്റ്റ് ഫോഴ്സ് ഫീൽഡ് അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പാസ് ചെയ്തു എന്ന് മാത്രം. അല്ല, ഇതിപ്പോൾ എന്ത് തരത്തിലുള്ള മെഷീനാണ്? എന്താണ് ഈ മെഷീന്റെ യൂസ്? ഒരു വലിയ ഫോഴ്സ് ഫീൽഡ് ഉണ്ടായി, അത് കുറേ ഒന്ന് വലുതായിട്ട് വീണ്ടും അങ്ങ് ചുരുങ്ങിപ്പോയി. ഇത്ര നേരം അത് പ്രവർത്തിപ്പിച്ചപ്പോഴേക്കും മാഗ്നീറ്റോ വീക്കായി താഴെ വീണ് പോകുന്നുണ്ട്. ആക്ച്വലി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നുമില്ല. ഈ പ്രൊഫസറിന്റെ സ്കൂളിലാവട്ടെ നമ്മുടെ ലോഗനെ സ്റ്റേ ചെയ്യാനുള്ള റൂമൊക്കെ ഡോക്ടർ ഗ്രേ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇവൾക്കും പ്രൊഫസറിന്റെ കൂട്ട് മൈൻഡ് റീഡ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ലോഗൻ ഈ പുള്ളിക്കാരിനോട് അവന്റെ മൈൻഡിനകത്ത് എന്തുണ്ട്, എന്താണ് അവൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞ് അതൊന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ലോഗന്റെ ലൈഫിൽ മുമ്പ് എപ്പോഴോ സംഭവിച്ച, ഒരുപാട് മുമ്പ് സംഭവിച്ച എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അവൻ്റെ ഓർമ്മകളിൽ ട്രിഗർ ആവുന്നുണ്ട്. ലൈക്ക് ഒന്നിനും ഒരു വ്യക്തതയില്ല, പക്ഷേ എന്തൊക്കെയോ ആരൊക്കെയോ ഇവനെ എന്തോ ചെയ്യുന്ന പോലെ, ഇവനെ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെ, അങ്ങനെ കുറച്ച് ഇൻസിഡന്റുകൾ. ശേഷം രാത്രി ലോഗൻ കിടന്നുറങ്ങുമ്പോഴും അവൻ്റെ മനസ്സിൽ ഇതേ കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ ട്രിഗർ ആവുകയാണ്. എന്താണെന്നൊരു വ്യക്തതയില്ല, എന്തൊക്കെയോ കുറേ ജസ്റ്റ് ഇമേജസ് മാത്രം. ഈ പാതിരാത്രി സമയത്ത് ലോഗനോട് സംസാരിക്കാനായിട്ട് നമ്മുടെ റോഗും അങ്ങോട്ട് വരുന്നുണ്ട്. ആകെ ഒരുമാതിരി ഓർമ്മകളിൽ കൺഫ്യൂസ് ആയിട്ട് നമ്മുടെ ലോഗൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റ് വന്നു. ബട്ട് സാഡ്ലി അവൻ്റെ കയ്യിലുള്ള അഡമാൻഡിയം ബ്ലേഡും പുറത്തു വന്നു. അവിടെ ആ സമയത്ത് വന്ന റോഗിന്റെ ശരീരത്തെ തുളച്ച് കയറുകയും ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും, പാവം കൊച്ച് വന്ന് കയറി ചത്തു. ലോഗനെ പോലെ അവൾക്ക് ഹീലിംഗ് പവർ ഇല്ലല്ലോ. താൻ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി എണീറ്റ് പറയാതെ ചെയ്തു പോയ മിസ്റ്റേക്ക് ആലോചിച്ച് നമ്മുടെ ലോഗൻ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ റോഗ് ലോഗന്റെ മുഖത്ത് ഇങ്ങനെ തൊടും. അവൾ ആരുടെയെങ്കിലും ശരീരത്തിൽ തൊട്ടാൽ എന്ത് സംഭവിക്കും? ആരുമായിട്ടാണ് ഇവൾ കോൺടാക്റ്റിൽ വരുന്നത് അവർ വീക്കാവും. ഇതുപോലെ തന്നെ നമ്മുടെ ലോഗനും സംഭവിക്കുന്നു. ലോഗൻ വല്ലാണ്ടങ്ങ് വീക്കാവുന്നു. ലോഗൻ ഇങ്ങനെ വീക്കാവുമ്പോൾ ഇവളുടെ ശരീരത്തിലും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ശരീരത്തിലുണ്ടായ മുറിവുണ്ടല്ലോ, ലോഗന്റെ അഡമാൻഡിയം ബ്ലേഡ് കയറി ഉണ്ടായ മുറിവ്, ആ മുറിവുകളൊക്കെ ദൈവം തനിയെ ഹീലാവുന്നു. ഇവൾക്ക് ഹീലിംഗ് പവർ ഇല്ല, പക്ഷേ ലോഗന്റെ ശരീരത്തിൽ ഈ പുള്ളിക്കാരി തൊട്ടതും അവന്റെ ഹീലിംഗ് പവർ ഇവളിൽ വർക്കാവുന്നു. സെയിം ടൈം തന്നെ ലോഗൻ വല്ലാണ്ട് അങ്ങ് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെയുള്ള കുട്ടികൾ മുതിർന്നവർ ഓടിക്കൂടി റോഗ് ലോഗന്റെ ശരീരത്തിൽ നിന്ന് കൈയെടുത്തു. റോഗ് ഇപ്പോൾ ഓക്കെയാണ്, അവൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവളുടെ മുറിവെല്ലാം പെർഫെക്റ്റ്ലി ഹീലായി. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ലോഗന്റെ അടുത്ത് പ്രൊഫസർ എക്സ് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. റോഗിന്റെ പവേഴ്സ് എന്താണെന്ന് വെച്ചാൽ അവൾ ആരുടെയെങ്കിലും ശരീരത്തിൽ ടച്ച് ചെയ്താൽ, ഡയറക്ട്ലി ടച്ച് ചെയ്താൽ ആ വ്യക്തിയുടെ എനർജി അവളുടെ ശരീരത്തിലേക്ക് മാറും. നേരത്തെ ഇവളുടെ ബോയ് ഫ്രണ്ടിനെ കിസ് ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണ്? ബോയ് ഫ്രണ്ടിന്റെ ശരീരത്തുള്ള എനർജി, അവൻ ആവശ്യമായിട്ടുള്ള എനർജി ഇവളുടെ ശരീരത്തിലേക്ക് മാറി. അങ്ങനെയാണ് ആ പയ്യൻ ഒരുമാതിരി മരിച്ച അവസ്ഥയിലേക്ക് മാറിപ്പോയത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ലോഗന്റെ ശരീരത്തിൽ ടച്ച് ചെയ്തപ്പോൾ ലോഗൻ ഒരു മ്യൂട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഇവന്റെ മ്യൂട്ടന്റ് പവേഴ്സ് അവളിലേക്ക് മാറി. അതായത് ലോഗന്റെ ഹീലിംഗ് എബിലിറ്റി അവൾക്ക് കിട്ടി. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ അവൾക്ക് ഹീലിംഗ് പവർ ഉണ്ടാവൂ, എന്നാലും അത് കൃത്യസമയത്തായിരുന്നു. അവളുടെ ശരീരത്തെ മുറിവ് ഹീൽ ചെയ്യാൻ ആ പവേഴ്സ് യൂസ് ആയി. ഇതേ അവസ്ഥയിൽ തന്നെ കുറേ നേരം തുടരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗൻ മരണപ്പെട്ടേനെ. കാരണം ഇവന്റെ ശരീരത്തിലുള്ള എനർജി മുഴുവൻ അവൾ കൂറ്റിയെടുക്കാൻ സാധിക്കും. സെയിം ടൈം നമ്മുടെ സെനറ്റർ കെല്ലിയൊക്കെ ഒരു പ്രത്യേക ജയിൽ പോലെയുള്ള സ്ഥലത്താണ്. മാഗ്നീറ്റോയുടെ സ്ഥലത്തെ അവിടെ അങ്ങേരെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. വെരി സർപ്രൈസിംഗ്ലി ഇതേ സെനറ്റർ കെല്ലിക്ക് മ്യൂട്ടന്റ് പവർ കിട്ടിയിരിക്കുന്നു. അങ്ങേർക്ക് ആ ജയിലിനിടയിലൂടെ ഒരുമാതിരി ഇലാസ്റ്റിക് പോലെ വലിഞ്ഞ് പുറത്തിറങ്ങാൻ സാധിക്കുന്നു. ആ കമ്പികൾക്കിടയിലൂടെ പുള്ളിക്കാരന് പുറത്തിറങ്ങാൻ സാധിക്കുന്നേ കണ്ടില്ലേ? ഇതിനർത്ഥം എന്താണ്? നേരത്തെ മാഗ്നീറ്റോ ഉണ്ടാക്കിയ ഫോഴ്സ് ഫീൽഡ് ഇയാളെയും ഒരു മ്യൂട്ടന്റ് ആക്കി മാറ്റി. അപ്പോൾ ആക്ച്വലി ഇതാണ് മാഗ്നീറ്റോയുടെ ഉദ്ദേശം, ഭൂമിയിലുള്ള എല്ലാ ഹ്യൂമൻസിനെയും മ്യൂട്ടന്റ് ആക്കി മാറ്റുക. അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമല്ലോ. അതായത് മനുഷ്യകുലം ഇല്ലാതാവും. അതായത് ഒരു പവേഴ്സും ഇല്ലാത്ത ഹ്യൂമൻസ് ഇല്ലാണ്ടാവും. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പവേഴ്സ് കിട്ടും. ഇവിടെ ഇപ്പോൾ നമ്മുടെ സെനറ്റർ കെല്ലി ഈ കമ്പികൾക്കിടയിലൂടെ പുറത്തിറങ്ങാൻ സാധിച്ചെങ്കിലും അപ്പോഴേക്കും മാഗ്നീറ്റോ അവിടെ വരുന്നുണ്ട്. അങ്ങേർക്ക് ഇപ്പോൾ കമ്പിക്ക് പുറത്തിയാടാനല്ലേ സാധിച്ചുള്ളൂ. ഇതൊരു ഐലൻഡാണ്. ഈ ഐലൻഡിൽ നിന്ന് അങ്ങേർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? എന്താ ഇത് സെൻറ്റർ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രമിച്ചാൽ എങ്ങനെ? ബാ കയറി വാ, എനിക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് മാഗ്നീറ്റോയുടെ കൂടെയുള്ള സേബർ ടൂത്തിനോട് അങ്ങേരെ വീണ്ടും പിടിച്ച് ജയിലിലാക്കാൻ പറഞ്ഞു. പക്ഷേ സേബർ ടൂത്ത് അങ്ങേരെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ സെനറ്റർ കെല്ലിക്ക് പുതിയതായിട്ട് കിട്ടിയ മ്യൂട്ടൻ പവേഴ്സ് ആണെങ്കിലും അയാളുടെ ആ ഒരു ഇലാസ്റ്റിക് പവർ യൂസ് ചെയ്ത് അയാൾ അവിടുന്ന് രക്ഷപ്പെടുവാണ്. ദേഷ്യം വന്ന മാഗ്നീറ്റോ സേബർ ടൂത്തിനെ ജയിലിലാക്കിയിട്ട് അവിടുന്ന് മാറിപ്പോയി. എന്താല്ലേ, താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ തന്റെ കൂടെയുള്ള ആളാണെന്ന് പോലും നോക്കത്തില്ല. ഇതിപ്പോൾ ഇവനെ പെർമനന്റ് ആയിട്ട് ജയിലൊന്നും ഇടത്തില്ല, എന്നാൽ ഇവന്റെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരം അവിടെ കിടന്നു എന്നുള്ള മട്ടിൽ. തുടർന്ന് അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും സെനറ്റർ ഒരു കരക്കെത്തി. അവിടെ കുറേ ആളുകളുണ്ട്. ഇവ പുള്ളിക്കാരന് തുണിയൊന്നുമില്ല. എന്നിരുന്നാലും തൽക്കാലം മാഗ്നീറ്റോയുടെ ആ ഒരു കൺട്രോളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. അതിനുശേഷം നമ്മൾ കാണുന്നത് പ്രൊഫസറിന്റെ സ്കൂളിൽ പഠിക്കുന്ന ബോബി എന്ന പയ്യനല്ലേ, ഐസ് പവേഴ്സ് ഉള്ള ഐസ് മാൻ. അവൻ നമ്മുടെ റോഗിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അവൻ സംസാരിക്കുന്നത്. അതായത് നമ്മുടെ ലോഗൻ വല്ലാണ്ട് അങ്ങ് വീക്കായത് ഇവള് കാരണമാണെന്നുള്ള രീതിയിൽ ആ ഒരു സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ പവേഴ്സ് ഉള്ള ഒരാൾ ഈ സ്കൂളിൽ തുടരുന്നത് ഒട്ടും നല്ലതല്ല. ഇവിടെ മറ്റൊരുപാട് കുട്ടികളുണ്ട്. അവരുടെയൊക്കെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഇവൾ വലിയ റിസ്ക് ആണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്.
ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ബോബിക്ക് എന്താണ് സൂക്കേട്? എന്തുകൊണ്ടാണ് ഇവൻ ഇവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ ഇവൾ ഈ സ്കൂളിൽ നിന്ന് പോകണമെന്ന് ഇവൻ ആഗ്രഹിക്കുന്നു, ഇവനല്ല ഇവൾ ആഗ്രഹിക്കുന്നു. യെസ്, ഇപ്പം നമ്മുടെ ഹീറോയിനോട് സംസാരിച്ച ഈ ബോബി ഇത് ബോബി അല്ല, ബോബിയുടെ രൂപത്തിൽ വന്ന മാഗ്നീറ്റോയുടെ കൂടെയുള്ള മ്യൂട്ടന്റ് ആണ് മിസ്റ്റീക്ക്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഏതൊരാളുടെ രൂപത്തിലേക്കും അവൾക്ക് മാറാൻ സാധിക്കുമെന്ന്. അങ്ങനെ ആരെയും അറിയാതെ റോഗ് സ്കൂളിൽ നിന്ന് പോയി. റോഗിനെ കാണാനില്ലെന്നുള്ള വിവരം അറിഞ്ഞതും പ്രൊഫസർ ആവട്ടെ അദ്ദേഹത്തിന്റെ സെറിബ്രോയിലേക്ക് ചെല്ലുന്നു. സെറിബ്രോ എന്താണെന്നാൽ ഇദ്ദേഹത്തിന്റെ ശക്തികളെ മാക്സിമത്തിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഡിവൈസ് ആണെന്ന് പറയാം. ഈ ഡിവൈസ് ഉപയോഗിച്ച് ഭൂമിയിൽ എവിടെയുള്ള മ്യൂട്ടൻസിനെയും ഇദ്ദേഹത്തിന് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇതറിയുമ്പോൾ നമ്മുടെ ലോകൻ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മാഗ്നീറ്റോ എവിടെയാണെന്ന് ഈ ഡിവൈസ് യൂസ് ചെയ്താൽ കണ്ടുപിടിച്ചാൽ പോരെ. അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അവനെ എപ്പോഴേ കണ്ടുപിടിച്ചേനെയും ലോകൻ. ഞാനും അവനും ചേർന്നാണ് ഈ സെറിബ്രോ കണ്ടുപിടിച്ചത് തന്നെ. ഇതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം അവൻ അറിയാം. ഞാൻ അവനെ കണ്ടുപിടിക്കാതിരിക്കാൻ ഇതിന്റെ പവേഴ്സിനെ പോലും ഓവർകം ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് അവൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദെൻ പ്രൊഫസർ നമ്മുടെ റോഗിനെ ട്രാക്ക് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം റോഗിനെ കണ്ടെത്തി. അവളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലാണെന്ന് മനസ്സിലാക്കി സ്ട്രോമിനോടും സൈക്ലോപ്സിനോടും അങ്ങോട്ട് പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. ലോകനെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. കാരണം ലോകൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ മാഗ്നീറ്റോയുടെ ആളുകൾ വന്ന് ഇവനെ അറ്റാക്ക് ചെയ്ത് ഇവനെ പിടിച്ചുകൊണ്ട് പോയാലോ. പ്രൊഫസർ ലോകനോട് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് വിലക്കിയിരുന്നെങ്കിലും ലോകനാവട്ടെ സൈക്ലോപ്സിന്റെ ബൈക്കും എടുത്ത് അവിടുന്ന് എപ്പോഴേ പോയിരുന്നു. അങ്ങനെ അധികം താമസിയാതെ റോക്കുള്ള ലൊക്കേഷനിലെത്തി അവളെ കണ്ടെത്തി. സെയിം ടൈം ബോബിയുടെ രൂപത്തിൽ ഇവരുടെ സ്കൂളിനകത്ത് കിടന്ന മിസ്റ്റേക്ക് ഉണ്ടല്ലോ, മിസ്റ്റേക്ക് നമ്മുടെ പ്രൊഫസറിന്റെ രൂപത്തിലേക്ക് മാറി അദ്ദേഹത്തിന്റെ സെറിബ്രോയ്ക്കുള്ളിൽ കടന്നു ചെല്ലുന്നുണ്ട്. പ്രൊഫസറിന്റെയോ അല്ലെങ്കിൽ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെയോ കണ്ണ് സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ സെറിബ്രോയിലേക്ക് കടക്കാൻ സാധിക്കൂ. ഇവിടെ വേഷം മാറിയ മിസ്റ്റേക്കിന്റെ കണ്ണ് സ്കാൻ ചെയ്ത്, അതായത് പ്രൊഫസറിന്റെ രൂപത്തിലുള്ള മിസ്റ്റേക്കിന്റെ കണ്ണ് സ്കാൻ ചെയ്തപ്പോൾ തന്നെ സെറിബ്രോ അവൾക്ക് മുന്നിൽ ഓപ്പൺ ആകുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? മിസ്റ്റേക്ക് എക്സാക്ട്ലി മറ്റൊരു മനുഷ്യനെ പോലെ ആവാൻ സാധിക്കും. എക്സാക്ട് അവരുടെ ഒരു കോപ്പി എടുത്ത് വെച്ച പോലെ, ഒരു തരി പോലും ഡിഫറൻസ് കാണത്തില്ല. ഇപ്പൊ സെറിബ്രോയ്ക്കുള്ളിൽ കടന്നു ചെന്ന് അതിനകത്തുള്ള ലിക്വിഡിൽ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് പോയിസൺ കലർത്തി. എന്തുകൊണ്ട്? അടുത്ത തവണ പ്രൊഫസർ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ സെറിബ്രോ യൂസ് ചെയ്യാൻ സാധിക്കരുത്. പ്രൊഫസറിന്റെ അടുത്ത് സെറിബ്രോ ഉള്ളിടത്തോളം കാലം പ്രൊഫസറിന് മ്യൂട്ടൻസിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള മാഗ്നീറ്റോയുടെ ഒക്കെ പ്ലാനിൽ ഒരു പക്ഷേ പ്രൊഫസറിന്റെ ഈ സെറിബ്രോ അവർക്ക് വലിയൊരു വെല്ലുവിളി ആയേക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേ സമയം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നമ്മുടെ റോഗിനെ അന്വേഷിക്കുന്ന സ്ട്രോമിന്റെ അടുത്ത് സേബർ ടൂത്ത് വന്ന് അവളുടെ കഴുത്തിന് പിടിച്ചങ്ങ് പൊക്കിയെടുത്തു. ഇവന്റെയൊക്കെ കൂടെയുള്ള നാക്കിനും നീളമുള്ള മ്യൂട്ടൻ ഉണ്ടല്ലോ, അവനാവട്ടെ നമ്മുടെ സൈക്ലോപ്സിന്റെ കണ്ണാടി മങ്ങൂരിയെടുത്തു. അങ്ങനെ ചെയ്തോടെ സൈക്ലോപ്സിന് അവന്റെ പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാതായി. അവൻ കണ്ണ് തുറന്ന് എങ്ങോട്ട് നോക്കുന്നു അങ്ങോട്ട് അവന്റെ കണ്ണിൽ നിന്ന് അതിശക്തമായി ലേസേഴ്സ് അടിച്ച് അവിടെ എല്ലാം തകരുവാണ്. സൈക്ലോപ്സ് നേരെ മുകളിലോട്ട് നോക്കിയതും അങ്ങോട്ട് ലേസർ അടിച്ച് അവിടുത്തെ മേൽക്കൂരെല്ലാം പൊട്ടി തകർന്ന് മാറി. ഇതൊരു അവസരമായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ സ്ട്രോം ആവട്ടെ അവളുടെ ശക്തി ഉപയോഗിച്ച് ഇടിമിന്നൽ അടുപ്പിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ലോകനും റോഗമുള്ളിടത്തേക്കും മാഗ്നീറ്റോ തന്നെ നേരിട്ടെത്തിയിരിക്കുന്നു. ഇതാണ് മാഗ്നീറ്റോയുടെ ഒറിജിനൽ കോസ്റ്റ്യൂം, ഒറിജിനൽ സ്യൂട്ട്. തലയൊരു ഹെൽമെറ്റ് ഒക്കെ കണ്ടില്ലേ? ഈ ഹെൽമെറ്റ് ഇങ്ങനെ തലയിൽ വെച്ചിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മുടെ ചാൾസിന് ഇങ്ങേരുടെ മൈൻഡ് റീഡ് ചെയ്യാൻ സാധിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഇതേപോലൊരു ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്. ഈ ഹെൽമെറ്റ് ആരുടെ തലയിലുണ്ടോ അവരുടെ മൈൻഡ് റീഡ് ചെയ്യാൻ ചാൾസിന് സാധിക്കത്തില്ല. ഇവിടെ ഇപ്പോൾ നിസ്സാരമായിട്ട് നമ്മുടെ മാഗ്നീറ്റോയ്ക്ക് ലോകനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം അവന്റെ ശരീരം മൊത്തം മെറ്റലാണ്, അഡമാൻഡിയം മെറ്റലാണ്. മാഗ്നീറ്റോയ്ക്കാണെങ്കിൽ മാഗ്നറ്റിക് പവേഴ്സ് ആണുള്ളത്. നിസ്സാരമായിട്ട് അവനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുവേ. മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ലോകനല്ല മാഗ്നീറ്റോയുടെ ലക്ഷ്യം. മാഗ്നീറ്റോയുടെ ലക്ഷ്യം ഇവളാണ്, റോഗാണ്. ആദ്യം അവിടെ ആക്രമണം നടത്തിയത് റോഗിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ വോൾവറിനെ അടിച്ച് താഴെ ഇട്ടിട്ട് റോഗിനെ ഇഞ്ചെക്ട് ചെയ്ത് മയക്കി ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവളെയും കൊണ്ട് പുറത്തിറങ്ങുവാണ്. എന്നാൽ പുറത്ത് വന്നപ്പോഴോ അവിടെ ഒരു കൂട്ടം പോലീസ് തടിച്ചു കൂടിയിട്ടുണ്ട്. ഇങ്ങനെ നേരെ ഗണ്ണൊക്കെ ചൂണ്ടി നിൽക്കുവാണ്. ബട്ട് ഇത് മാഗ്നീറ്റോയ്ക്ക് ഒരു പ്രശ്നമാണോ? പുള്ളിക്കാരന് മാഗ്നറ്റിക് പവർ ഉണ്ടല്ലോ. നിസ്സാരമായിട്ട് പോലീസ് കാർ അങ്ങേരുടെ പവർ യൂസ് ചെയ്ത് ഉയർത്തി താഴെയിട്ട് പോലീസുകാരെ മൊത്തം അങ്ങ് പേടിപ്പിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന വെപ്പൺസ്, ഗൺസ് എല്ലാം കൺട്രോളിലാക്കുന്നു. ഇങ്ങനെ പോലീസുകാർ പോലും പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സേബർ ടൂത്ത് ഈ മാഗ്നീറ്റോയുടെ കഴുത്തിൽ കയറി പിടിക്കുന്നത്. ഇവൻ പിടിച്ചപ്പോൾ തന്നെ മാഗ്നീറ്റോയ്ക്ക് കാര്യം മനസ്സിലായി. സംഭവം ഇതിപ്പോൾ സേബർ ടൂത്ത് അല്ല, സേബർ ടൂത്തിനെ നമ്മുടെ ചാൾസ് കൺട്രോൾ ചെയ്യുന്നതാണ്. യെസ്, നമ്മുടെ റോഗിനെ രക്ഷിക്കാൻ വേണ്ടി ചാൾസും ഇവിടെ എത്തി. സേബർ ടൂത്തിനെ കൊണ്ട് മാഗ്നീറ്റോയുടെ കഴുത്തിന് പിടിച്ച് അങ്ങനെ തടഞ്ഞു നിർത്തി മാഗ്നീറ്റോയുടെ കൂടെയുള്ള ആ നാക്കിന് നീളമുള്ള പുള്ളിക്കാരനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ റോഗിനെ ചാൾസ് ഒക്കെ ഉള്ള കാറിലേക്ക് മാറ്റാൻ ശ്രമിക്കുവാണ്. എന്നാൽ മാഗ്നീറ്റോ അങ്ങനെ അങ്ങ് തോൽവി സമ്മതിക്കൂ. അയാൾ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന പോലീസുകാരുടെ ഗൺസിൽ ഒരെണ്ണം അയാൾ ഫയർ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വന്ന ബുള്ളറ്റ് അവിടുത്തെ പോലീസുകാരന്റെ നെറ്റിയിൽ തറക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ബുള്ളറ്റും കൺട്രോൾ ചെയ്തു. ഇപ്പോൾ ആ പോലീസുകാരന്റെ ജീവൻ മാഗ്നീറ്റോയുടെ കയ്യിലാണ്. മാഗ്നീറ്റോ പറയുന്നത് ചാൾസ് കേട്ടില്ലെന്നുണ്ടെങ്കിൽ അങ്ങേരെ കൊന്നുകളയോത്രേ. അത് ചാൾസിന് സഹിക്കാൻ പറ്റില്ല. ഒരാൾ മരിക്കുന്നത് ചാൾസിന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെ ആയതോടെ നമ്മുടെ ചാൾസ് വിട്ടുകൊടുക്കുന്നു. വേറെ വഴിയില്ല, ആ പോലീസുകാരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ വിട്ടുകൊടുത്തേ പറ്റൂ. അങ്ങനെ മാഗ്നീറ്റോയും അവരുടെ ആളുകളും റോഗിനെയും കൊണ്ട് അവിടുന്ന് പോയി. ഇതിപ്പോൾ നമ്മുടെ ചാൾസ് ഒക്കെ ആകെ അങ്ങ് സ്റ്റക്കായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എവിടെയാണ് മാഗ്നീറ്റോയുടെ സ്ഥലമെന്ന് അറിയത്തില്ല. റോഗിനെ വെച്ച് എന്താണ് പുള്ളിക്കാരൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. റോഗിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ റോഗ് ഇപ്പോൾ എവിടെയാണെന്ന് എന്തെങ്കിലും ഒരു ക്ലൂ വേണ്ടേ? ഇവർക്ക് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരുമാതിരി അങ്ങ് സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സെനറ്റർ കെല്ലി ഇങ്ങോട്ട് വരുന്നത്. ആളൊരു മ്യൂട്ടൻ്റായി മാറി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവർ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യുന്നു. ഹോസ്പിറ്റൽസിൽ പോകാൻ ഇദ്ദേഹത്തിന് ധൈര്യമില്ലായിരുന്നു എന്ന്. കാരണം ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇദ്ദേഹം ഇപ്പോൾ ഒരു മ്യൂട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും ഹോസ്പിറ്റലുകാരുടെ ട്രീറ്റ്മെന്റ്. ഇങ്ങനെയൊക്കെ ആവാൻ ഒരു തരത്തിൽ ഇങ്ങേരും കാരണമാണ്. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങേർക്കെതിരെ തന്നെ കറങ്ങി തിരിഞ്ഞു വന്നേക്കുന്നു. നമ്മുടെ പ്രൊഫസർ എക്സ് ഇദ്ദേഹത്തിന്റെ മൈൻഡ് റീഡ് ചെയ്ത് ഇദ്ദേഹം കണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാണ്. മാഗ്നീറ്റോ ആ മെഷീൻ യൂസ് ചെയ്ത് വലിയ തരത്തിലുള്ള ഫോഴ്സ് ഫീൽഡ് ഉണ്ടാക്കിയതും അങ്ങനെ ഇദ്ദേഹം മ്യൂട്ടൻ്റായി മാറിയതും ആ ഒരു പ്രോസസ്സിന് ശേഷം മാഗ്നീറ്റോ ഒരുമാതിരി അങ്ങ് തളർന്ന് വയ്യാതായി അങ്ങനെ ആളുകൾ അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഇദ്ദേഹത്തിന് ക്ലിയർ ആയി കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരു ചെയ്ത പരിപാടി എന്തെന്ന് വെച്ചാൽ സാധാരണ ഹ്യൂമൻസിലും മ്യൂട്ടേഷൻ നടത്തുക, സാധാരണ ഹ്യൂമൻസിനെ മ്യൂട്ടൻസ് ആക്കി മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സാണ്. എന്നാൽ ഇത് അത്ര നല്ല ഒരു പരിപാടിയല്ല. ഇത് മ്യൂട്ടൻസിന് വലിയ കുഴപ്പമില്ലെങ്കിലും സാധാരണ ഹ്യൂമൻസിന് ഇത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം അവരുടെ ബോഡി, അവരുടെ സെൽസ് ഒന്നും ഇതിന് പ്രിപ്പയർഡ് അല്ല. പെട്ടെന്ന് ഇങ്ങനെ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴേക്കും സെൽസ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമല്ലോ. ഇത് മ്യൂട്ടൻ്റായി മാറിയ ഈ പ്രോസസ്സിലൂടെ മ്യൂട്ടൻ്റായി മാറിയ മനുഷ്യന്റെ മരണത്തിലേക്ക് നയിക്കും. ഇതിനെപ്പറ്റി മാഗ്നീറ്റോയ്ക്ക് വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ടാണോ അതോ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ
ചെയ്യുന്നതാണോ എന്തോ. അതെന്ത് തന്നെയാണെങ്കിലും സെനറ്റർ കെല്ലിയിൽ ഇങ്ങേര് ചെയ്ത ഈ ഒരു പരീക്ഷണം വലിയ രീതിയിൽ ഭൂമിയിലുള്ള എല്ലാ ഹ്യൂമൻസിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങേര് നമ്മുടെ റോഗിനെ പിടിച്ചുകൊണ്ട് പോയത്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ മഗ്നീറ്റോ ആകെ തളർന്നു പോയിരുന്നു, അങ്ങേറെ എനർജി കുറഞ്ഞിരുന്നു എന്ന് പറഞ്ഞല്ലോ. വളരെ ചെറിയൊരു റേഡിയസിനകത്ത് ആ ഫോഴ്സ് ഫീൽഡ് ഉണ്ടാക്കിയപ്പോൾ തന്നെ മഗ്നീറ്റോ അത്രയും വീക്കായിരുന്നു. അങ്ങനെയെങ്കിൽ ഭൂമി മുഴുവൻ ഈ പവർ സ്പ്രെഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അങ്ങേര് മരിച്ചു പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനൊരു പോംവഴിയായിട്ട് മഗ്നീറ്റോ കണ്ടെത്തിയ വഴിയാണ് നമ്മുടെ റോഗ്. നമ്മുടെ റോഗിന്റെ സൂപ്പർ പവർ എന്താണ്? ഏതൊരു മ്യൂട്ടനെ അല്ലെങ്കിൽ ഏതൊരാളെ അവൾ തൊട്ടാലും അവരുടെ എനർജി അവളിലേക്ക് ട്രാൻസ്ഫർ ആവും. അങ്ങനെയെങ്കിൽ മഗ്നീറ്റോയുടെ ശരീരത്തിലുള്ള എനർജി അങ്ങേറെ പവേഴ്സ് ഒക്കെ അവളിലേക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ. ദെൻ അവളെ യൂസ് ചെയ്ത് ഈ ഭൂമി മുഴുവൻ ഈ ഒരു പ്രോസസ്സ് നടത്താൻ സാധിക്കും. അത്ര വലിയ ഫോഴ്സ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാകുമ്പോൾ മഗ്നീറ്റോ വീക്ക് ആവത്തില്ല, പുള്ളി മരിക്കേണ്ട അവസ്ഥയിലേക്കൊന്നും പോകത്തില്ല, പകരം നമ്മുടെ റോഗ് മരിക്കും. അവളിലൂടെയാണല്ലോ ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇതാണ് പ്ലാൻ. ഇതിനുവേണ്ടിയാണ് റോഗിനെ പിടിച്ചുകൊണ്ട് പോയതെന്ന് ഇവരെല്ലാം മനസ്സിലാക്കി. ആൻഡ് അധികം താമസിയാതെ ഇവിടെ വെച്ച് സെനറ്റർ കെല്ലി മരണപ്പെടുന്നുണ്ട്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പുള്ളിക്കാരൻ തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. മ്യൂട്ടൻസ് പ്രശ്നക്കാരല്ലെന്നൊരു ബോധത്തിലൊക്കെ പുള്ളി എത്തുന്നുണ്ട്. ശേഷം ചാൾസ് സെറിബ്രോ യൂസ് ചെയ്ത് നമ്മുടെ റോഗിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഇത്തവണ സെറിബ്രോ യൂസ് ചെയ്തപ്പോൾ ചാൾസ് വീണ് പോവാണ്. കാരണം എന്താണ്? നേരത്തെ മിസ്റ്റിക് ഇവിടെ വന്ന് ഈ മെഷീനിൽ പോയിസൺ ആഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. ചാൾസ് വീണുപോയി. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലക്സ് ആവാണ്. നമ്മുടെ ഡോക്ടർ ഗ്രേ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഈ പോയിസണൊക്കെ പുള്ളിക്കാരി കണ്ടുപിടിക്കുന്നത്. പുള്ളിക്കാരി പോയിസണൊക്കെ മാറ്റി സെറിബ്രോ പഴയ പോലെ ആക്കി. ഇത്തവണ ആദ്യമായി നമ്മുടെ ഡോക്ടർ ഗ്രേ സെറിബ്രോ യൂസ് ചെയ്യുവാണ്. പ്രൊഫസർ എക്സിന് ഉണ്ടായിരുന്ന പോലത്തെ പവേഴ്സ് തന്നെയാണല്ലോ ഈ പുള്ളിക്കാരിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടാൾക്കും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതുവരെ ഇവളിത് യൂസ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ആദ്യ തവണ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരി കുറച്ചൊന്ന് മെനക്കെട്ടെങ്കിലും കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ നമ്മുടെ റോഗ് എവിടെയുണ്ടെന്ന് അവൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. മഗ്നീറ്റോ റോഗിനെയൊക്കെ പിടിച്ച് ഇപ്പോൾ ലിബർട്ടി ഐലൻഡിലേക്കാണ് പോകുന്നത്. കാര്യം മനസ്സിലായല്ലോ. ലിബർട്ടി സ്റ്റാച്യൂവിൽ വെച്ച്, അത്രയും ഹൈറ്റുള്ള ആ ഒരു സ്റ്റാച്യൂവിൽ വെച്ച് അവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്തിയെടുക്കാം. ഇതാകുമ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലുള്ള മുഴുവൻ ഹ്യൂമൻസിലും എത്രയും വേഗം പെട്ടെന്ന് തന്നെ മ്യൂട്ടേഷൻ നടത്താൻ സാധിക്കും. അവിടെ അടുത്തായിട്ട് തന്നെ UN സമ്മിറ്റ് നടക്കുന്നുണ്ട്. സോ ഏതാണ്ട് 200ഓളം വേൾഡ് ലീഡേഴ്സ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയൊരു ഇവന്റാണ്. ലീഡേഴ്സ് ഉൾപ്പെടെ അത്രയും ആളുകളെ മ്യൂട്ടൻസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ എല്ലാം മഗ്നീറ്റോയുടെ കൺട്രോളിലായിരിക്കും എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് മ്യൂട്ടേഷൻ നടത്തുന്നത് കൊണ്ട് എന്തായാലും അവരുടെ സെല്ലുകൾ പ്രതിരോധിക്കുമല്ലോ. എത്ര നേരം അവരൊക്കെ ജീവനോടെ ഉണ്ടാവും. സെനറ്റർ കെല്ലിയുടെ ഇത് തന്നെയായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്നത്. അധികം താമസിയാതെ നമ്മുടെ വൂൾവറിനൊക്കെ നേരെ ലിബർട്ടി ഐലൻഡിലേക്ക് ചെല്ലുന്നു. ഇവരവിടെ എത്തിയ കാര്യമൊക്കെ മഗ്നീറ്റോ മനസ്സിലാക്കുന്നുണ്ട്. ലിബർട്ടി സ്റ്റാച്യൂവിന്റെ ഒരു ചെറിയ മോഡലിന്റെ രൂപത്തിൽ ഇവരെ നേരിടാൻ തയ്യാറായി നമ്മുടെ മിസ്റ്റിക് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് അവിടെ കാത്തുനിന്നത്. കാരണം നമ്മുടെ വൂൾവറിനുമായിട്ട് പുള്ളിക്കാരി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയതും പുള്ളിക്കാരി വൂൾവറിന്റെ രൂപത്തിലേക്ക് മാറി. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ കൺഫ്യൂസ് ആയി. സ്ട്രോമും സൈക്ലോപ്സും ഡോക്ടർ ഗ്രേയും ഒക്കെ നോക്കുമ്പോൾ ദേ 2 വൂൾവറിൻ നിൽക്കുന്നു. ഇതിൽ ആരാണ് ഒറിജിനൽ ഒരു ഐഡിയ ഇല്ലല്ലോ. ഇവിടെ മിസ്റ്റേക്ക് സൈക്ലോപ്സിന്റെയോ അല്ലെങ്കിൽ സ്ട്രോമിന്റെയോ വല്ലതും രൂപം എടുക്കുമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ വൂൾവറിനെ കറക്റ്റായിട്ട് മിസ്റ്റേക്കിനെ മനസ്സിലാക്കാൻ പറ്റിയേനെ. കാരണം വൂൾവറിന് സ്മെല്ല് ചെയ്യാനുള്ള കഴിവുണ്ട്. അവന്റെ ആ പവർ യൂസ് ചെയ്ത് ഇതിൽ ഏതാണ് മിസ്റ്റേക്ക് എന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ മിസ്റ്റേക്ക് വൂൾവറിന്റെ രൂപം എടുത്ത് അവനോട് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഇതുകൂടാതെ ആ നാക്കിന് നീളമുള്ള മ്യൂട്ടന്റ് ഇല്ലേ തഡ്, പുള്ളിക്കാരൻ വന്ന് ബാക്കിയുള്ളവരെ നേരിടുന്നു. ഇതിപ്പോൾ നിമിഷ നേരം കൊണ്ട് 2 വൂൾവറിൻ ഇവരുടെ മുന്നിൽ വന്നു. ഇതിൽ ആരാണ് ഒറിജിനൽ എന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരുത്തം വന്ന് ഇവരെ എല്ലാം അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ആകെ എല്ലാവരും അങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ്. ഇപ്പം നമ്മുടെ ഡോക്ടർ ഗ്രേയുടെ അവസ്ഥ കണ്ടില്ലേ? അവൻ മുഖത്ത് തുപ്പിയതാണ്. അവൾക്കിപ്പോൾ ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അത് അവളുടെ മുഖത്ത് മൊത്തം ഇങ്ങനെ കവറായി അവൾക്ക് ശ്വസിക്കാനോ വാതുറക്കാനോ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് കൃത്യസമയത്ത് നമ്മുടെ സൈക്ലോപ്സ് അവിടെ വന്ന് അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് അവളുടെ മുഖത്തു നിന്നത് മാറ്റി. ആൻഡ് നമ്മുടെ സ്ട്രോം തിരിച്ചു വന്ന് മറ്റവൻ്റെ നാക്കിന് തന്നെ ഇടിമിന്നൽ അടിപ്പിച്ച് അവനെ ഒരു പരുവമാക്കുന്നുണ്ട്. അങ്ങനെ ഒരുത്തൻ സൈഡായി. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് മിസ്റ്റീക്ക്. അവൾ കുറേ നേരം വൂൾവറിനോട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും രൂപം മാറി നമ്മുടെ സ്ട്രോമിൻ്റെ രൂപം എടുത്ത് വീണ്ടും വൂൾവറിൻ്റെ മുന്നിൽ വരുന്നു. ഇത്തവണ മിസ്റ്റീക്കിൻ്റെ പ്ലാൻ ചീറ്റിപ്പോയി. കാരണം നമ്മുടെ വൂൾവറിൻ അവൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒറിജിനൽ സ്ട്രോം അല്ലെന്ന് മനസ്സിലായി. അങ്ങനെ മിസ്റ്റീക്കിനെയും കുത്തി വീഴ്ത്തി ഇവരെല്ലാം നേരെ ലിബർട്ടി സ്റ്റാച്യൂവിൻ്റെ ആ ടോർച്ചിൻ്റെ അവിടേക്ക് കയറി ചെല്ലുകയാണ്. കാരണം അവിടെയാണ് നമ്മുടെ മാഗ്നീറ്റോ ഒക്കെ ഉള്ളത്. ബട്ട് ഇവർ മാഗ്നീറ്റോയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അങ്ങേറെ മാഗ്നറ്റിക് പവേഴ്സ് യൂസ് ചെയ്ത് ഇവരെല്ലാം ലിബർട്ടി സ്റ്റാച്യൂവിൻ്റെ വോൾസിലോട്ടങ്ങ് പിടിച്ചു വെച്ചു. അതിൽ നമ്മുടെ സൈക്ലോപ്സിനെയും ഡോക്ടർ ഗ്രേയെയും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിലാണ് പിടിച്ചു വെക്കുന്നത്. എന്തിനാണെന്നോ അവൻ്റെ കണ്ണിലെ കണ്ണാടി അങ്ങ് മാറ്റി കഴിഞ്ഞാൽ അവൻ്റെ കണ്ണീരിൽ നിന്ന് ലേസർ ഡോക്ടർ ഗ്രേയെ കൊല്ലുമല്ലോ. സേബർ ടൂത്ത് അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ഗ്ലാസ് എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ സൈക്ലോപ്സിന് കണ്ണ് തുറക്കാൻ സാധിക്കത്തില്ല. അവൻ കണ്ണ് തുറന്നാൽ ഡോക്ടർ ഗ്രേ മരിക്കും. ഇവിടെ വെച്ച് ഒരു മഗ്നീറ്റോട് പറയുന്നുണ്ട്, അതായത് സെനറ്റർ കെല്ലി മരണപ്പെട്ടു, അയാളുടെ ശരീരത്തിന് ഈ മ്യൂട്ടേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇയാൾ ഈ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോയാൽ ഇവിടെ ഈ ന്യൂയോർക്ക് സിറ്റിയിലുള്ള ആളുകൾക്കും ഇത് തന്നെ സംഭവിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും മഗ്നീറ്റോ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങേറെ ശക്തികൾ നമ്മുടെ റോഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ റോഗിന് ഇങ്ങേറെ ശക്തി കിട്ടും. അതേപോലെ തന്നെ ഈ പുള്ളിക്കാരൻ മഗ്നീറ്റോ വീക്ക് ആവുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ വൂൾവറിനാവട്ടെ മഗ്നീറ്റോ പിടിച്ചു വെച്ചിരുന്നു രക്ഷപ്പെട്ട് അവിടെ നിൽക്കുന്ന സേബർ ടൂത്തുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ സേബർ ടൂത്തിനോട് ഫൈറ്റ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടെങ്കിലും അധികം വൈകാതെ നമ്മുടെ വൂൾവറിനായി ശരിക്കും വൂൾവറിനായി. സേബർ ടൂത്തിൻ്റെ ഉണ്ടായിരുന്ന നമ്മുടെ സൈക്ലോപ്സിന്റെ ആ ഒരു ഗ്ലാസ് എടുത്ത് ഡോക്ടർ ഗ്രേയോട് ആ ഗ്ലാസ് കൺട്രോൾ ചെയ്ത് അവളുടെ പവേഴ്സ് യൂസ് ചെയ്ത് ആ ഗ്ലാസ് കൺട്രോൾ ചെയ്ത് സൈക്ലോപ്സിന്റെ കണ്ണിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അവളും കൃത്യമായി ചെയ്തു. ദെൻ സൈക്ലോപ്സിനോട് കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പോൾ അവന്റെ കണ്ണിലുള്ള ലേസർ ആ ഗ്ലാസ്സിലേക്ക് പതിച്ച് നൈസായിട്ട് അതിന്റെ ആംഗിൾ സേബർ ടൂത്ത് നിൽക്കുന്ന അങ്ങോട്ട് തിരിച്ചു വെച്ച് അങ്ങനെ സൈക്ലോപ്സിന്റെ കണ്ണിൽ നിന്നുള്ള ലേസർ അടിച്ച് സേബർ ടൂത്ത് ഒരു സൈഡായി. ദെൻ നമ്മുടെ സ്ട്രോമും ഗ്രേയും കൂടെ അവരുടെ പവേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ വൂൾവറിനെ നേരെ റോഗും മാഗ്നീറ്റോയും ഉള്ള അങ്ങോട്ട് അയക്കുന്നു. അവിടെ എത്തിയ വൂൾവറിൻ മാഗ്നീറ്റോയുടെ ആ ഒരു മെഷീൻ തകർത്ത് ഫോഴ്സ് ഫീൽഡ് സ്പ്രെഡ് ആവുന്നത് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാഗ്നീറ്റോ അങ്ങേറെ പവേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ വൂൾവറിൻ അനങ്ങാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവനെ എത്തിക്കുകയാണ്. ഓൾറെഡി ഈ മാഗ്നീറ്റോ വീക്കാണ്. എന്നിരുന്നാൽ കൂടിയും ബാക്കിയുള്ള പവേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇവനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. കുറേ സമയം നമ്മുടെ വൂൾവറിൻ മെനക്കെട്ടെങ്കിലും ആ മെഷീൻ അവനെ കൊണ്ട് തകർക്കാൻ സാധിക്കുന്നില്ല. റോഗിന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അവളുടെ കൈ ആ ഒരു മെഷീനിലോട്ട് പിടിച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. അവളുടെ സമ്മതമില്ലാതെ തന്നെ അവൾ കാരണം ഈ ഫോഴ്സ് ഫീൽഡ് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ലിബർട്ടി ഐലൻഡിൽ നിന്ന് UN സമ്മിറ്റ് നടക്കുന്നിടത്തേക്ക്
പ്ലാനറ്റിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അവിടെയുള്ള ഹ്യൂമൻസിലേക്ക് അധികം വൈകാതെ ഫോഴ്സ് ഫീൽഡ് എത്തും. അങ്ങനെ സംഭവിച്ചാൽ അവരും മ്യൂട്ടൻസ് ആയി മാറും. മ്യൂട്ടൻസ് ആയി മാറുക മാത്രമല്ല, അധികം വൈകാതെ അവരെല്ലാം മരണപ്പെടും. ഇങ്ങനെയായതോടെ നമ്മുടെ സൈക്ലോപ്സ് എന്ത് ചെയ്തെന്നോ മാഗ്നീറ്റോയ്ക്ക് നേരെ ലേസർ അറ്റാക്ക് നടത്തി. അങ്ങനെ മാഗ്നീറ്റോ വീണു. നമ്മുടെ വൂൾവറിൻ ഫ്രീ ആയി. അവൻ അമ്മേഷീൻ തകർക്കാൻ സാധിച്ചു. ഭാഗ്യം, ഹ്യൂമൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ഫോഴ്സ് ഫീൽഡ് എല്ലാം തകർക്കാൻ സാധിച്ചല്ലോ. ആൻഡ് ഇപ്പം നമ്മുടെ റോഗിനെ നോക്ക്, അവളുടെ മുടിയുടെ ഒരു ഭാഗമൊക്കെ നരച്ചിരിക്കുന്നത് കണ്ടില്ലേ? അത്രയും അവളുടെ എനർജി അവിടെ യൂസ് ചെയ്യപ്പെട്ടു. അത്രത്തോളം അവൾ വീക്കായി. ഇപ്പോൾ അവൾ അനങ്ങുന്ന പോലുമില്ല. നമ്മുടെ വൂൾവറിൻ അവളെ തട്ടി വിളിച്ചിട്ട് അവൾക്ക് യാതൊരു മൂവ്മെന്റും ഇല്ല. അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ ആവട്ടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലൗസ് ഊരി അവളുടെ മുഖത്ത് ടച്ച് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവന്റെ പവേഴ്സ് അവളിലേക്ക് പോവും. അവളുടെ നഷ്ടപ്പെട്ട പവേഴ്സ് അല്ലെങ്കിൽ എനർജി അവൾക്ക് തിരിച്ചു കിട്ടും. അവളുടെ ശരീരം പതിയെ പതിയെ ഹീലാവും. അവൾ വീണ്ടും പഴയ പോലെയാവും. റോഗിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ വൂൾവറിന്റെ ശരീരമൊക്കെ മുറിഞ്ഞ് അവന്റെ ബ്ലഡ് ഒക്കെ പുറത്തു വരുന്നത് കാണാം. റോഗ് വീണ്ടും ജീവനോടെ തിരിച്ചു വന്നു. വൂൾവറിൻ ആവട്ടെ വീക്കായി വീണുപോയി. ദെൻ പോലീസ് വന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ഒരു ഓഫീസർ അവിടെ വീണ് കിടക്കുന്നത് കാണാം കേട്ടോ. അദ്ദേഹത്തെ നമ്മുടെ വൂൾവറിൻ കുത്തി പരിക്കേൽപ്പിച്ച പോലെയാണ് കാണുമ്പോൾ തോന്നുന്നത്. അല്ല, നമ്മുടെ വൂൾവറിൻ എന്തിനാ ഈ ഓഫീസറെ കുത്തി പരിക്കേൽപ്പിച്ചേ? ആക്ച്വലി നമ്മുടെ വൂൾവറിൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പോലീസിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഇതെങ്ങനെ ഈ ഉദ്യോഗസ്ഥന് കുത്തേറ്റു? ഈ വീണ് കിടക്കുന്നത് ഒരു പോലീസുകാരനല്ലെന്നേ. ഇത് മിസ്റ്റേക്കാണ്. പോലീസ് ഇവിടെ വന്നപ്പോൾ അവൾ അവരുടെ രൂപത്തിലേക്ക് മാറി രക്ഷപ്പെടാൻ വേണ്ടി. ഇതാകുമ്പോൾ ഇവിടെ വന്ന് നോക്കുന്ന പോലീസുകാരെ ഇത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഓഫീസറാണെന്ന് വിചാരിച്ച് അവളെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുമല്ലോ. ആൻഡ് മാഗ്നീറ്റോ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പോയിസൺ കലർത്തിയ സെറിബ്രോ യൂസ് ചെയ്ത് വീണ് പോയിരുന്ന നമ്മുടെ പ്രൊഫസർ എക്സ് അദ്ദേഹം വീണ്ടും പഴയ പോലെ ആക്റ്റീവായി വരുന്നുണ്ട്. വൂൾവറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പുള്ളിക്കാരൻ പതിയെ പതിയെ നോർമലായി വരുന്നു. ഇവിടെ നമ്മുടെ ഡോക്ടർ ഗ്രേ, വൂൾവറിൻ ഇവർക്കിടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ വൂൾവറിൻ പക്ക ഓക്കെ ആയി വന്നതിന് ശേഷം കനേഡിയൻ റോക്കീസിലെ ആൽക്കലി ലേക്കിനടുത്തായിട്ടുള്ള ഒരു മിലിറ്ററി കോമ്പൗണ്ടിനെ പറ്റി പ്രൊഫസർ എക്സിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനടുത്തു നിന്നാണ് അത്ര ഇവനെ കണ്ടെത്തിയത്. ഇവന്റെ പഴയ ഓർമ്മകളിലേക്ക്, ഇവന്റെ ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകാൻ അല്ലെങ്കിൽ ഇവൻ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനായിട്ട് ഒരു പക്ഷേ ആ സ്ഥലം ഹെൽപ്പ് ചെയ്തേക്കുമെന്ന് ഇദ്ദേഹം പറയുന്നു. സെയിം ടൈം TV ന്യൂസിൽ ഇദ്ദേഹം നമ്മുടെ സെനറ്റർ കെല്ലി വന്നെന്ന് സംസാരിക്കുന്നു. ഇതെങ്ങനെ ഇങ്ങനെ മരിച്ചു പോയതല്ലേ? പുള്ളി ഇപ്പോൾ പറയുന്നതാവട്ടെ മ്യൂട്ടൻ രജിസ്ട്രേഷനൊന്നും ആവശ്യമില്ല, അവർ സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ എന്ന്. ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ? കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത് സെനറ്റർ കെല്ലി അല്ല, അത് മിസ്റ്റേക്കാണ്. ഇവിടെ ന്യൂസിലൂടെ ഈ കാര്യങ്ങളൊക്കെ കാണുന്ന നമ്മുടെ സ്റ്റോമിനൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അവൾ എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് ഇവരും മനസ്സിലാക്കി. ദെൻ നമ്മുടെ ലോകനാവട്ടെ അവന്റെ പാസ്റ്റിനെ പറ്റി അന്വേഷിക്കാനായിട്ട് പ്രൊഫസർ പറഞ്ഞു കൊടുത്ത ആ സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ കൊച്ചു റോഗ് അവന്റെ അടുത്ത് ഓടി ചെല്ലുന്നുണ്ട്. അവൾക്കിപ്പോൾ ഇവനെ ഇഷ്ടമാണ്, അത് അവൾ മറച്ചു വെക്കുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കുന്ന വൂൾവറിൻ ആവട്ടെ ഇവന്റെ ലോക്കറ്റ് ഊരി അവളുടെ കയ്യിൽ കൊടുത്തു. നേരത്തെ ആദ്യം സേബർ ടൂത്ത് ഇവരെ അറ്റാക്ക് ചെയ്തപ്പോൾ ഇവന്റെ ലോക്കറ്റും കൊണ്ടായിരുന്നല്ലോ അങ്ങനെ പോയത്. ലാസ്റ്റ് ഫൈറ്റിനിടെ ആ ചെയിനും ലോക്കറ്റും എല്ലാം ഇവൻ തിരിച്ചെടുത്തിരുന്നു. ഇതിപ്പോൾ ഇവൾക്ക് കൊടുത്തു. ഇതിനുവേണ്ടി താൻ ഉറപ്പായും തിരിച്ചു വരും എന്ന് പറഞ്ഞ് നമ്മുടെ സൈക്ലോപ്സിന്റെ ബൈക്കും എടുത്ത് അവിടുന്ന് പോവുകയാണ് വൂൾവറിൻ. ആൻഡ് ദേ നമ്മുടെ മാഗ്നീറ്റോ ഇവിടെയുണ്ട്. മാഗ്നീറ്റോയുടെ കൂടെ ചാൾസും ഉണ്ട്. രണ്ടുപേരും ചെസ് കളിക്കുവാണ്. നേരത്തെ ചാൾസ് പറയുന്നുണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് 17 വയസ്സുള്ളപ്പോഴാണ് മാഗ്നീറ്റോയെ ആദ്യം പരിചയപ്പെടുന്നതെന്ന്. അന്ന് മുതൽ കുറേ നാൾ ഇവർ സുഹൃത്തുക്കളായിരുന്നു. ഇവർക്കിടയിൽ ആ സമയത്തൊക്കെ സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മാഗ്നീറ്റോ ഒരു വില്ലനായി മാറി. അദ്ദേഹത്തെ ജയിലിടേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. ആൻഡ് അദ്ദേഹത്തെ ഇട്ടിരിക്കുന്ന ജയിൽ മൊത്തം പ്ലാസ്റ്റിക് ആണ്. അതായത് മാഗ്നീറ്റോയ്ക്ക് അങ്ങേറെ പവേഴ്സ് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. കുറച്ചു നേരം ചെസ്സൊക്കെ കളിച്ച് പഴയ സുഹൃത്തുക്കൾ സംസാരിച്ചിരുന്നു. ആൻഡ് ഇവിടെ വെച്ച് മാഗ്നീറ്റോ പിന്നെയും പറയുന്നുണ്ട് യുദ്ധം അവസാനിച്ചിട്ടില്ല, ഇനിയും താൻ തിരിച്ചു വരുമെന്നൊക്കെ. നീ എങ്ങനെ തിരിച്ചു വന്നാലും നിന്റെ ഉദ്ദേശം നടക്കില്ല, നിനക്കെതിരെ നിൽക്കാൻ ഞാനിവിടെ ഉണ്ടാവും എന്ന് പ്രൊഫസർ എക്സും പറയുന്നുണ്ട്. ഇത്രയുള്ള സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ ഈ ഒരു സീരീസിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എത്രമാത്രം ആളുകൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവർക്കും ഓക്കെ ആണോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ കണ്ടിന്യൂ ചെയ്യണമെന്നാണെങ്കിലും അല്ലെന്നാണെങ്കിലും അത് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.